ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്നൊരു ശക്തിയുണ്ട്. അതാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിനെ നമ്മൾ പല രൂപത്തിൽ കാണുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ 100 വർഷം പൂർത്തീകരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിനെ അത് ആത്മാവിന്റെ പാതയിലൂടെ, ആധ്യാത്മികതയുടെ പാതയിലൂടെ വലിയൊരു ജനസമൂഹത്തെ നയിച്ച അസംബ്ലീസ് ഗോഡിനെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അനുമോദിക്കുന്നു. ഈ 100 വർഷത്തിന്റെ ചരിത്രം ആഘോഷിക്കുമ്പോൾ സഭയുടെ നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. യഥാർത്ഥത്തില് ഒരു സഭ, അസംബ്ലീസ് ഗോഡായാലും മറ്റ് മതങ്ങളായാലും ഒക്കെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നു എങ്കിൽ അത് രാജ്യത്തിന് വലിയ മുതൽകൂട്ടാണ്. ഈ സഭ യഥാർത്ഥ ആധ്യാത്മികതയിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത് എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, യഥാർത്ഥ ആധ്യാത്മികത ഒരു മതത്തിന്റെ അകത്ത് മാത്രമുള്ളത്, എല്ലാ മതങ്ങളിലുമുണ്ട്. നമ്മുടെ രാജ്യം ഭാരതം ആദ്യകാലം മുതലേ യഥാർത്ഥ ആധ്യാത്മികതയുടെ നാടാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയും നമ്മുടെ രാജ്യത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രിയമക്കളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന അവിടുത്തെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. അവരുടെ ശുശ്രൂഷയും അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്തും ദൈവത്തെ പിന്നെയും മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് മുൻപോട്ട് പറഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ധാരാളം പേരത് ശ്രദ്ധിക്കാനിടയായി. അതിന് മുൻപിലുള്ള ആഴ്ചയിലെ ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു പോയത്. അതായത് തെക്കൻ കേരളത്തിലുള്ള ഒരു പ്രമുഖമായ ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ആ ചർച്ച് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ സമർപ്പണ ശുശ്രൂഷയും അതിനോടനുബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. നമ്മൾ പങ്കുവച്ച ആ കാര്യങ്ങൾ ദൈവസഭയെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ആ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് സഭ ദൈവത്തിൻ്റെ ആലയം എന്നുള്ളൊരു വിഷയം. എന്നാൽ ഈ വാത്സല്യ സഹോദരങ്ങൾ ആ ബിൽഡിങ്ങിനെ ആലയം എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചപ്പോൾ നമ്മൾ അതൊരു പഠനത്തിന് വിധേയമാക്കി. അപ്പോൾ അത് പ്രയോജനപ്പെട്ടു എന്നാണ് പലരും നമ്മളോട് പറയുന്നത്. അതിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ് ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ പ്രായമുള്ള ഒരു ശുശ്രൂഷകൻ, താൻ ഒരു പ്രമുഖമായ പെന്തക്കോസ്റ്റൽ സംഘടനയുടെ ഭാഗമാണ്, തൻ്റെ ചില വെളിപ്പെടുത്തലുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുവാനിടയായി. അത് സാമാന്യം വൈറലായി എല്ലാ ദിക്കുകളിലേക്കും പോയപ്പോൾ നമ്മുടെ കയ്യിലും അത് വന്നു. അതിൻ്റെ തുടക്ക ഭാഗത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളെ നമ്മൾ നമ്മുടെ മെസ്സേജിൽ പരാമർശിച്ചിരുന്നു. ആ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് മെസ്സേജിനകത്തും നമ്മൾ ആഡ് ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ ഒത്തിരി പേര് കണ്ടു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളത് സംസാരിക്കുമ്പോൾ നമ്മുടെ മെസ്സേജിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഒത്തിരി സമയം പോയിരുന്നു. ആ വിഷയത്തിൻ്റെ പല വശങ്ങളിൽ നിന്നുകൊണ്ട് പറയേണ്ടതാണ്. അതിനൊന്നും നമുക്ക് സാധിച്ചില്ല. നമ്മൾ നേരെ തന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വേദനാജനകമായ കാര്യങ്ങളാണ് എന്ന് മാത്രം. എന്നാൽ അതിന് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് അപ്പോഴേ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും പറയാൻ പറ്റിയില്ല. അപ്പോൾ അതും ഇന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഈ മെസ്സേജിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴാണ് ആ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നത്തേതിൽ നമ്മുടെ ഈ മെസ്സേജ് യൂട്യൂബിലൊക്കെ കേൾക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ അവിടം വരെ കേട്ടിട്ട് വേണം അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങളും ആ മെസ്സേജ് പിന്നീട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ധാരാളം പേര് കേട്ടു എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, അതിനോടുള്ള ബന്ധത്തിൽ ധാരാളം പേര് അവരുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി. നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായ കമൻസൊക്കെ കുറവാണ്. പോസിറ്റീവായ കമൻസ്, അതായത് നമ്മൾ ആ പറഞ്ഞ വിഷയങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന നിലയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ധാരാളം സഹോദരങ്ങളുണ്ട്. അപ്പോൾ തന്നെ ചിലരൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ.
അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയൊരു കാര്യം, ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പാകെ വന്നിരുന്നു. അത് പലപ്പോഴായി വന്നിട്ടുള്ളതാണ്. വിശേഷിച്ച് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്ത മെസ്സേജ് യൂട്യൂബിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ നമ്മളത് മാറ്റം വരുത്തിയതും പിന്നെ അപ്ലോഡ് ചെയ്തതും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ആലയ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ ചർച്ച് ബിൽഡിങ്ങിൻ്റെ ഇനാഗുറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചർച്ചിൻ്റെ ഇനാഗുറേഷൻ ഒത്തിരി കാലം മുമ്പ് നടന്നെന്ന് നമ്മൾ പറഞ്ഞു. ആലയത്തിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഡെഡിക്കേഷനാണ്. ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മളാണ്, അല്ലാതെ ഒരു ബിൽഡിംഗ് അല്ല. അത് പഴയ നിയമത്തിൻ്റെ മെത്തേഡാണ്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, യെരുശലേം ദൈവാലയമൊക്കെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള നിലയിൽ തന്നെ പറയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ അഥവാ മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ അത്യുന്നതനായ ദൈവം വാസം ചെയ്യുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം അപ്പോസ്തലന്മാരിലൂടെ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. അതിനെയൊക്കെ ആസ്പദമാക്കിയാണ് നമ്മൾ ആ കാര്യങ്ങളെ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു പോയപ്പോൾ കട്ടിയായ ശബ്ദത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാകാം. നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ പറയുക. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ല. ആത്മീയ സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. നമുക്കത് തുറന്ന് പറയേണ്ടതുണ്ട്, പങ്കുവെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞത്. പല പ്രിയപ്പെട്ടവരും നമ്മോട് ചോദിച്ച ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള വചനനിശ്ചയം ഉണ്ടെന്ന് പറയുന്ന ദൈവദാസന്മാർ ആത്മീക ശുശ്രൂഷകളിൽ ഈ രാഷ്ട്രീയക്കാരെ അഥവാ പൊളിറ്റീഷ്യൻസിനെ, പിന്നെ ഭരണത്തിലിരിക്കുന്ന ആളുകളെ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഒരു സഭാഗോള് അതിൻ്റെ ഡെഡിക്കേഷനോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധന്മാർ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു, അവിടെ ദൈവത്തെ ആരാധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ എന്തുകൊണ്ട് ഇത്തരക്കാരെ വിളിക്കുന്നു? അതുപോലെ ആത്മീയമായ പല ശുശ്രൂഷകളും ഉണ്ടല്ലോ. അതിലൊക്കെ ഇവരെ വിളിച്ച് ശുശ്രൂഷകരുടെ ഒത്ത നടുവിലിരുത്തിക്കൊണ്ട് അവർക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നൊക്കെയാണ് പലരും ചോദിച്ചിരിക്കുന്നത്. അതിന് ഒരു ചെറിയ മറുപടി പറഞ്ഞാണ് നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ചർച്ച് ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടുള്ള ബന്ധത്തിലും നമ്മൾ കണ്ടിരുന്നു. ഒരു പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹം അതിലെ പ്രധാന ഗസ്റ്റായിട്ടൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കാണുവാനിടയായി. അപ്പോൾ പിന്നെ നമ്മുടെ ഈ കൺവെൻഷനുകളിലൊക്കെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യ പ്രസംഗകരെന്നൊക്കെയുള്ള നിലയിലാണ് ചിലർ അവതരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായം, എൻ്റെ പഠനം, എൻ്റെ ബോധ്യം ഞാൻ വിശുദ്ധന്മാരുടെ നടുവിൽ പങ്കുവെക്കുകയാണ്. അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം എന്തായിരിക്കുമെന്ന്. എന്നാൽ നമ്മൾ പിന്നത്തേതിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അത് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും പറയും, ഇദ്ദേഹം ഒരു പുരോഗമനമില്ലാത്ത വ്യക്തിയാണ്, ഒരു പഴഞ്ചനാണ്, എന്താ വേണ്ട രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അതിൽ നമ്മുടെ പഠനം നമ്മെ കൊണ്ട് എത്തിച്ചത് തികച്ചും തെറ്റായ കാര്യങ്ങളാണ്. അതെല്ലാം തികച്ചും തെറ്റായ കാര്യങ്ങളാണ്. വലിയവനായ ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മുടെ ദൈവദാസന്മാർ ഏതെങ്കിലും വിധത്തിലൊക്കെ ഒരു ബിൽഡിങ് പണിയുകയാണെങ്കിൽ, അതായത് വിശുദ്ധന്മാർക്ക് ഒത്തുകൂടാനായിട്ടൊരു ബിൽഡിങ് പണിയുന്നു, നമ്മളതിനെ സഭാഗോൾ എന്ന് വിളിക്കുന്നു, ചർച്ച് ബിൽഡിംഗ് എന്ന് വിളിക്കുന്നു. അങ്ങനെ പല നിലകളിൽ നമ്മളതിനെ സംബോധന ചെയ്യും. അവിടെ പ്രാർത്ഥനയോടെ കടന്നു വരിക. കാരണം ദൈവസഹായമില്ലാതെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവമക്കളുടെ ഹൃദയം തുറന്ന് അവരെ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ കാര്യങ്ങളെ ചെയ്തു അത് പ്രാർത്ഥിച്ച് അതിലേക്ക് കടക്കുന്ന സമയത്ത് ഏത് ഓർഗനൈസേഷനിൽ പെട്ടവരും ആകട്ടെ, അതിലെ സീനിയർ പാസ്റ്റേഴ്സും അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും അതുപോലെ ആ ദിവസം നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകന് ശക്തമായൊരു സന്ദേശം കൊടുക്കാൻ കഴിയും. നമ്മൾ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ പണിതിരിക്കുന്ന ഈ മനോഹരമായ കെട്ടിടം അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരമല്ല. അത് പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനായ ശലോമോനിലൂടെ പണിയപ്പെട്ട യെരുശലേമിലെ ദൈവാലയം മഹത്തായൊരു ദൈവാലയമാണ്. ആ ദൈവാലയത്തിൽ ദൈവസാന്നിധ്യമുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു പഴയ നിയമത്തിലെ കാര്യപരിപാടി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തുവാൻ ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് വേറെ കിട്ടില്ല. ആ ഗോൾഡൻ ചാൻസ് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മെസ്സേജും കൊടുത്ത് ആത്മാവിൽ ആരാധിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞാൽ മതി.
അതേസമയം ഈ പൊളിറ്റീഷ്യൻസ് അഥവാ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ, സുവിശേഷ മഹായോഗങ്ങളിൽ രാഷ്ട്രീയക്കാരെയെല്ലാം നമുക്ക് ക്ഷണിക്കാം. സുവിശേഷ മഹായോഗങ്ങളിൽ ഈ സമൂഹത്തിൻ്റെ ജനറൽ കൺവെൻഷൻ, അതുപോലെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ, അങ്ങനെയുള്ളതിലൊന്നും അവരെ ക്ഷണിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ ഒരു ഉണർവ് യോഗമാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. പബ്ലിക്കിനോടുള്ള ബന്ധത്തിലല്ല ആ മീറ്റിങ്ങുകളിലെ സന്ദേശങ്ങളല്ല. അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒത്തുകൂടുന്ന ഇടമാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർക്ക് അവരോട് സന്ദേശങ്ങളെ കൈമാറാനായിട്ടുള്ള അവസരങ്ങളാണ് ശരിക്കും അതിലൊക്കെ വരുന്നത്. അതേസമയം സുവിശേഷ മഹായോഗങ്ങൾ ഓരോ പ്രാദേശിക സഭകളും നടത്താറുണ്ടല്ലോ, സുവിശേഷ മഹായോഗങ്ങൾ. അതുപോലെ ഓരോ സംഘടനകൾ അവരുടെ ഡിസ്ട്രിക്ട് വൈസായിട്ട് നടത്തുന്ന സുവിശേഷ മഹായോഗങ്ങളുണ്ട്. അവിടെ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി മുതൽ എല്ലാവരെയും വിളിക്കാം, ക്ഷണക്കത്ത് കൊടുക്കാം. ക്ഷണക്കത്ത് കൊടുത്തിട്ട് അവരെ വിളിച്ചു വരുത്തി നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഓഡിറ്റോറിയമോ പന്തലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ അതിന് ഒരു സ്റ്റേജ് പോലെ കാണും. ആ സ്റ്റേജ് പോലെ, അതായത് പ്രസംഗപീഠമൊക്കെ ഇട്ട് ശുശ്രൂഷകൻ നിന്ന് ദൈവവചനം ഘോഷിക്കേണ്ട ഒരിടം. അവിടെയാണ് കർത്താവിൻ്റെ അഭിഷിക്തന്മാരിങ്ങനെ നിരനിരയായിട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തന്മാർ നിരനിരയായിട്ടിരിക്കുന്നത്. അവരങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു പ്രസംഗപീഠം കാണും. ആ പ്രസംഗപീഠത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി അന്ന് ദൈവവചനം പറയുമല്ലോ, സുവിശേഷം പറയും, ശക്തമായി സുവിശേഷം പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ദേശത്തെ ഭരണാധികാരികൾ, പൊളിറ്റീഷ്യൻസ് ബഹുമാനം കൊടുക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് അത്തരക്കാർ വരുമ്പോൾ നമ്മൾ ഈ ഓഡിയൻസിൻ്റെ സൈഡിൽ തന്നെ നല്ല ഒരു പ്ലേസ് അവർക്ക് വേണ്ടി ഒരുക്കുകയും നല്ല നിലയിൽ അവരെ ഇരുത്തുകയും അവർക്ക് ശരിയാവണ്ണം കാര്യങ്ങളെ കേൾക്കുവാൻ പാകത്തിനുള്ള സാവകാശം ഒരുക്കി കൊടുക്കണം. അവരൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കുറയാതെ സുവിശേഷം കേട്ടിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകട്ടെ. അപ്പോൾ അവരവിടെ വന്ന് നിന്നൊരു ആശംസ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ, ആരോടെ ഈ ആശംസ പറയുന്നത്? മുഴുലോകത്തോടും സന്ദേശം കൊടുക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളുകളായി ഈ സ്റ്റേജിലിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 5:19-20 അതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. മുഴുലോകത്തോടും അത്യുന്നതനായ ദൈവത്തോടും നിരന്നുകൊള്ളുവാൻ പറയേണ്ടവരാണ്. നിരപ്പിൻ്റെ വചനം കയ്യിലുള്ളവരാണ് ഈ സ്റ്റേജിലിരിക്കുന്നവർ. അവർ വന്നിരിക്കുന്ന സകല മനുഷ്യരോടും, അതായത് എല്ലാ ജാതി മത വർഗ വർണ്ണത്തിൽപ്പെട്ട ആളുകൾ സുവിശേഷം കേൾക്കാൻ വരുന്നു എന്ന് ചിന്തിക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ ബഹുമാന്യരായ ഏറ്റവും ആദരണീയരായ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും വന്നിട്ടുണ്ടല്ലോ. അവർക്കും നമ്മൾ നല്ലൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരെ പോലെ എല്ലാവരും നമ്മളെ ഭരിക്കുന്നവരാണ്, നമ്മളെ നയിക്കുന്നവരാണ്. ആ കാരണത്താൽ അവർക്ക് ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്കുമുള്ള സീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരോടെല്ലാമുള്ള സന്ദേശമാണ് ഈ പറയാൻ പോകുന്നത്. സകലരോടുമുള്ള സന്ദേശമാണ്. അങ്ങനെ ഒരു സന്ദേശത്തിൻ്റെ രൂപരേഖ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാം. അപ്പോസ്തലനായ പൗലോസ് ഭരണാധികാരികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് സുവിശേഷം പങ്കുവെക്കുകയാണ്. ഒരളവിൽ സുവിശേഷം പങ്കുവെക്കുകയാണ്. ആ സുവിശേഷ കേൾവി അല്ലെങ്കിൽ അവരറിയേണ്ട കാര്യങ്ങൾ പങ്കുവെച്ചത് കേട്ടപ്പോൾ അവർക്ക് ഒരു സ്തംഭനം ഉണ്ടായി. അവർ ഭയന്നുപോയി. അപ്പോൾ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്നെയും ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ എന്ന്. അപ്പോൾ പൗലോസിന്റെ മറുപടി എന്താ? അങ്ങ് എന്ന ഒരു ആശംസാ പ്രസംഗം ഞങ്ങൾക്ക് വേണ്ടി പറയൂ എന്നാണോ പറഞ്ഞത്? നീയും എന്നെ പോലെ ക്രിസ്ത്യാനിയാകണമെന്നല്ലേ പറഞ്ഞത്? നീ ഒരു ക്രിസ്ത്യാനിയാകണം, ഈ ചങ്ങലയൊഴികെ നീ ഒരു ക്രിസ്ത്യാനിയാകണമെന്നാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് രാജാവിൻ്റെ ഒരു ആശംസാ പ്രസംഗം, മറ്റേ നേതാവിൻ്റെ പുള്ളിയുടെ ഒരു ആശംസ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞത്. അപ്പം ചോദിക്കും, അതൊരു പൊതു മീറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും. പൊതു മീറ്റിങ്ങുകളും ഉണ്ടെന്നേ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ. പൊതു മീറ്റിങ്ങുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അവിടങ്ങളിലൊന്നും നമ്മൾ ഹെരോദാവിനെയോ പീലാത്തോസിനെയോ ഹന്നാസിനെയോ കയ്യഫാസിനെയോ ഒന്നും കാണുന്നില്ല. യേശുക്രിസ്തു നടത്തിയ ഒരു പൊതു മീറ്റിംഗ് അല്ലേ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ ഒരു മീറ്റിംഗ്. അതായത് ഗിരിപ്രഭാഷണത്തോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് 3 ദിവസമാണ് നിന്ന് സംസാരിച്ചത്. 1-ാമത്തെ ദിവസം പീലാത്തോസ് ആശംസ പറഞ്ഞു, 2-ാമത്തെ ദിവസം ഹെരോദാവ് പറഞ്ഞു, 3-ാമത്തെ ദിവസം നോക്കി നിൽക്കുമ്പോൾ ഹന്നാസും കയ്യഫാസൊക്കെ വന്നിട്ടുണ്ട്. കടശി രാത്രിയാണല്ലോ, അവസാന സെക്ഷനല്ലേ. അപ്പോൾ ഹന്നാസ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. പിന്നെ കയ്യഫാസ് ഒരു ചെറിയ ലഘു സന്ദേശം കൊടുക്കുന്നു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ വക പ്രസംഗം. അങ്ങനെ വല്ലതും ആണോ സഹോദരങ്ങളെ? അങ്ങനെയൊന്നും അല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന രാഷ്ട്രീയക്കാരോടുള്ള ബന്ധത്തിൽ ഞാൻ തുറന്നങ്ങ് പറയുകയാണ്, വിശുദ്ധ തിരുവെഴുത്തിനെ മുൻനിർത്തിക്കൊണ്ട് തുറന്നു പറയുകയാണ്. ബൈബിൾ പറയുന്നു, ഈ മുഴു ലോകവും അന്ധതയിലാണ്, സകല മനുഷ്യരും ഇരുളിലാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു എല്ലാവരെയും ഇരുട്ടിൽ തളച്ചിരിക്കുകയാണ്.
ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴിലാണ് എല്ലാ ഭരണാധികാരികളും, ലോകം മുഴുവനുമുള്ള പൊളിറ്റീഷ്യൻസും സകല മനുഷ്യരും. നമ്മളെല്ലാം അങ്ങനെയായിരുന്നു. എന്നാൽ നാം സുവിശേഷം കേട്ടപ്പോൾ, സുവിശേഷം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ നാം സ്വീകരിച്ചപ്പോൾ നമ്മിലേക്ക് വെളിച്ചം കടന്നു വന്നു. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരുടെ ഉള്ളിലും വെളിച്ചമില്ലെന്നുള്ളത് തിരിച്ചറിയുന്നവരല്ലേ ദൈവമക്കള്. ഒരു സത്യക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വെളിച്ചം വരുന്നത് എങ്ങനെയാ? അവൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന കാരണത്താലാണ്. അപ്പൊ വെളിച്ചമുള്ളവൻ ആ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ആളുകളോട് ആ സന്ദേശം പറയുകയാണ്, ഗുഡ് ന്യൂസ് പറയുകയാണ്. വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്കുള്ള സ്വാഗതമാണ് ശരിക്കും സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. മാനവലോകത്തെയും സ്വാഗതം ചെയ്യുകയാണ് വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വരുവാൻ പാകത്തിന്. അപ്പൊ അങ്ങനെ ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ആളുകൾ, അല്ലെ ഭരണാധികാരികൾ എന്ന് പറയുന്ന ആളുകൾ, അവർ നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ കടന്നു വന്നാൽ വളരെ സ്നേഹത്തോടെ നമുക്ക് അവരോട് സന്ദേശം പറയാൻ പറ്റും. സന്ദേശം പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഗൗരവത്തിലൊക്കെ ആയിരിക്കും വെളിപ്പെടുന്നത്. ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും സകല കാര്യങ്ങളും പറയുമ്പോൾ ഫേലിക്സും ഫെസ്തോസും അഗ്രിപ്പാവും ദ്രുസില്ലയും എല്ലാം വിറച്ചു പോയി എന്നല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെ ചിലപ്പോൾ വിറയൊക്കെ കയറിയിരിക്കും. ചിലപ്പോൾ ലോകം ഭരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയുടെ തലവനായിരിക്കുന്ന അതിൻ്റെ പ്രസിഡന്റ് ശരിയാമണ്ണം ആത്മനിറവിൽ അഭിഷേകത്തിൽ സുവിശേഷം പറയുന്ന, ദൈവവചനം ഘോഷിക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പൗലോസ് ഫേലിക്സിനോടൊക്കെ പറഞ്ഞതുപോലെ, അഗ്രിപ്പാവിനോട് പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറച്ചു പോകും. കാരണം ഇപ്പോഴുള്ളതോ നാലാമത്തതോ മറ്റോ. അങ്ങനെ കാര്യങ്ങൾ പറയില്ലേ? സത്യങ്ങൾ സത്യമായിട്ട് വിളിച്ചു പറയുമ്പോൾ ഭയന്നു പോകും. അപ്പോൾ ശരിയായ രക്ഷാസന്ദേശം ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാര് നിരനിരയായിട്ട് ഇരിക്കുമ്പോൾ ഈ സന്ദേശത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്ത ആളുകൾ നമ്മുടെ നടുവിൽ കടന്നു വന്നിരുന്നിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നാറുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളുടെ ശുശ്രൂഷകരെന്ന് പറയുന്നവരിൽ സീനിയേഴ്സ് ഉണ്ട്, വളരെ സൂപ്പർ സീനിയേഴ്സ് ഉണ്ട്. അവരെയാണ് ഈ ആളുകൾ പൊതുവെ നേതാക്കന്മാരെന്നൊക്കെ വിളിക്കുന്നത്. ഈ സമൂഹത്തെയൊക്കെ ചലിപ്പിച്ചു കൊണ്ട് നടക്കുന്നവർ അവരാണല്ലോ. അവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും, ഞാൻ റെസ്പെക്റ്റോട് കൂടിയാണ് കേട്ടോ പറയുന്നത്, ബഹുഭൂരിപക്ഷം പേർക്കും സ്ഥലകാല ബോധമില്ലാതെയാണ് ഓരോന്ന് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെപ്പോലെ വളരെ ജൂനിയറായിട്ടുള്ള, ഇങ്ങനെ പറയാം, ഇന്നലെ കിളിർത്ത തകരാന്ന് പറയാം, ഞാൻ പോലും പറയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുത്തെ അഭിഷിക്തന്മാർ വിശുദ്ധ തിരുവെഴുത്തുമായി നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് പോലും ആ സ്റ്റേജിലേക്ക്, ആ പരിസരത്തേക്ക് വരാൻ കഴിയില്ല. അവരെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് സന്ദേശം കേട്ടിട്ട് പോകേണ്ടവരാണ്. അവരുടെ കയ്യിൽ നിന്നൊരു സന്ദേശവും കേൾക്കാനില്ല നമുക്ക്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആത്മീയ വിഷയവുമായിട്ടാണ്. സുവിശേഷമാഹായോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാ? ഒരു ആത്മീയ ശുശ്രൂഷയല്ലേ അവിടെ നടക്കുന്നത്? രക്ഷാസന്ദേശമല്ലേ അവിടെ പങ്കുവെക്കുന്നത്? യേശുക്രിസ്തുവിനെയല്ലേ അവിടെ ഉയർത്തുന്നത്? അപ്പോൾ പറയും നമ്മുടെ മറ്റേ ഇന്ന പൊളിറ്റീഷ്യൻ, പുള്ളി ഇപ്പോൾ ഈ അടുത്തിടയ്ക്കായിട്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുന്നുണ്ടല്ലോ എന്ന്. അത് കൊള്ളാം. യേശുക്രിസ്തുവിനെ ഉയർത്തിയിട്ട് പിറ്റേ ദിവസം പുള്ളി ഏതോ മലയുടെ മുകളിലേക്കാണ് പോയത്. അപ്പോൾ അവര് വളരെ കൗശലക്കാരാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അവരെ നയിക്കുന്നത് ഇരുളാണ്. അവര് വെള്ളയുടുപ്പും വെള്ളമുണ്ടും വെള്ള ചെരുപ്പും ഒക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, മൊത്തം വെള്ളയായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ നയിക്കുന്നത് ഇരുളാണ്, ഇരുളിന്റെ അധികാരമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന അതിന്റെ വക്താക്കളായവർ നിരന്നിരിക്കുന്നിടത്ത് അവരുടെ നടുവിൽ കടന്നു വന്ന് നിന്നിട്ട് അവർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ കഴിയുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സന്ദേശം എന്താ? യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മഹത്തരമായ സന്ദേശം. ആ സന്ദേശം കേട്ട് ആ സന്ദേശത്തിന് മുമ്പാകെ മുഴങ്കാൽ മടക്കിയവരാ നമ്മൾ ഓരോരുത്തരും. ഉറച്ചുപോയി നമ്മൾ. ആ തേജസ്സിന്റെ സുവിശേഷം നമ്മുടെ കാതുകളിൽ വന്ന് അലച്ചപ്പോൾ, അല്ലെങ്കിൽ ആ സുവിശേഷം നമ്മെ ഹിറ്റ് ചെയ്തപ്പോൾ, നമ്മെ തകർത്തു കളഞ്ഞ നിമിഷങ്ങൾ, അവിടെ നമ്മൾ സറണ്ടർ ചെയ്തു ആ ക്രൂശിന്റെ ചുവട്ടിൽ. അങ്ങനെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചവരാണ്. അങ്ങനെ പുത്രന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചവരാ നമ്മൾ. അതിന് കൂട്ടാക്കാത്ത ഒരു വ്യക്തി നമ്മളോട് എന്തു പറയാനാ സഹോദരങ്ങളെ? ലോകപരമായി അവർ നമ്മളെ ഭരിക്കുന്നുണ്ട്, നമ്മളത് സന്തോഷത്തോടെ അംഗീകരിക്കുന്നുണ്ട്. അവരുടെ ഭരണത്തോട് നമ്മൾ വിഘടിക്കാറില്ല. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവൻ മുടിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ല. ഏത് മൂർഖൻ ഭരിച്ചാലും നമ്മുടെ രാജ്യം, ആ രാജ്യത്തിന്റെ പ്രൊവിൻസുകൾ ഏത് മൂർഖൻ ഭരിച്ചാലും, ഇതെല്ലാം ഞാൻ വചനത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. മൂർഖൻ എന്ന് ഉദ്ദേശിച്ചത് കഠിനനായ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. സൗമ്യനാകണമെന്നില്ല,
കഠിനനായ വ്യക്തിയാണെങ്കിൽ പോലും തിരുവചനം പറയുന്ന രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലേ? തിമോഥെയോസിന്റെ ലേഖനത്തിൽ അങ്ങനെയല്ലേ നമ്മളോട് പറയുന്നത്? ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നവരാണ്. അതൊക്കെ വാസ്തവം. പക്ഷെ അവർക്ക് ആത്മീയമായ ഒരു സന്ദേശവും നമുക്ക് കൈമാറാനില്ല. നമ്മളോട് എന്ത് പറയാനാ? അവർ ഓൾറെഡി ഇരുട്ടിലായിരിക്കുന്നത്, നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മളോട് എന്താ അവർ പറഞ്ഞു തരാനുള്ളത്? നമ്മോട് അവർക്ക് ഒന്നും പറഞ്ഞു തരാനില്ല. പകരം അവരോട് ബുദ്ധിപദേശം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാ. അതിൻ്റെ തെളിവുകൾ ബൈബിളിലുണ്ട്. ബൈബിളിൽ അതിൻ്റെ തെളിവുകളുണ്ട്. ഭരണാധികാരികളോട് നമ്മുടെ പ്രിയങ്കരായ അപ്പസ്തലന്മാർ സംസാരിച്ച കാര്യങ്ങളുണ്ട്. ചരിത്രത്തിലുമുണ്ട്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ആ നിത്യജീവൻ, അതിനെക്കുറിച്ചൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? നമ്മളുടെ ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇത്തരക്കാരെ ക്ഷണിച്ചുകൊണ്ടുവരും. എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു പ്രമുഖമായൊരു പെന്തിക്കോസ്ത് സംഘടന, അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള വ്യക്തി, അവരുടെ ഒരു സെമിനാരി, ആ സെമിനാരിയിൽ വലിയ പ്രസിദ്ധമായ സെമിനാരിയാണ്. അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറിമണി നടക്കുകയാണ്. അവിടെ ആ കൊല്ലം ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു സഹോദരൻ ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. അപ്പോൾ അവൻ വളരെ നിർബന്ധിക്കുകയാണ്, പ്രിയ സൈച്ചായ അങ്ങൊന്ന് വരണം, എൻ്റെ ഗ്രാജുവേഷനാണ്, ഞാൻ തനിച്ച് വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിയാണ്, എനിക്ക് വേണ്ടിയിട്ട് അവിടെ അന്ന് കടന്നു വരാൻ അങ്ങനെ വേറെ അധികം ആളുകളില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ കടന്നുപോയി. അപ്പോൾ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ സീറ്റൊക്കെ ഏകദേശം ഫില്ലാണ്. ഞാൻ ഇത്തിരി താമസിച്ചാണ് ചെന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഏറ്റവും ഒരു ബാക്കിൽ, ഞാൻ മാത്രമല്ല കുറേ പേര് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദൈവദാസൻ, അദ്ദേഹം എന്നെക്കാളൊക്കെ ഒത്തിരി പ്രായം കുറവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം എന്നെ സെമിനാരിയിൽ അല്പം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. സാറേ എപ്പോൾ വന്നു, എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്കും വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഗ്രാജുവേഷൻ ഇവിടെ ഉണ്ട്, അങ്ങനെ വന്നതാന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് എഴുന്നേറ്റു. അങ്ങനെ അദ്ദേഹം സംസാരിച്ച് മുൻപോട്ട് വന്നു. ഒരു 10 മിനിറ്റ് മുൻപോട്ട് പോയി കാണും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ദേശത്തെ എം പി പെട്ടെന്ന് അവിടെ കടന്നു വരികയാണ്. എം പി കടന്നു വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന അദ്ദേഹവും അതുപോലെ അതിലെ വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ അറിയപ്പെടുന്നതായിട്ടുള്ള അടുത്തൊരു ദൈവദാസൻ തൊട്ടടുത്ത കസേരയിലുണ്ട്. അപ്പോൾ അവിടുത്തെ മറ്റ് പാസ്റ്റർമാരോട് പറഞ്ഞ് വേറൊരു കസേര പെട്ടെന്ന് ഇവരുടെ രണ്ടുപേരുടെ നടുവിലിട്ടിട്ട് ഈ വന്ന പൊളിറ്റീഷ്യനെ അതിൻ്റെ നടുക്ക് കൊണ്ടുപോയി അവരുടെ നടുവിലിരുത്തി എന്നുള്ളതല്ല വിഷയം. അവിടെ വേറൊരു കാര്യം സംഭവിച്ചു. അതായത് ഒരു ദൈവദാസൻ ശക്തമായി ദൈവവചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവേറ്റ് ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ മിഷന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ സഞ്ചാരങ്ങളും സുവിശേഷവും അറിയിക്കുന്ന കാര്യമോ ഇങ്ങനെയൊക്കെ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ പൊളിറ്റീഷ്യൻ കയറി വരുന്നത്. പൊളിറ്റീഷ്യൻ കയറി വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ ലീഡർഷിപ്പിലുള്ള അവർ പെട്ടെന്ന് അമർച്ചയായി കൽപ്പിക്കുന്ന പോലെ ഈ പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ കൈ കാണിച്ചു. നിർത്തിക്കോ എന്നുള്ളതായിരിക്കും ഈ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ. നിർത്തിക്കോ. നോക്കണം, അവിടെ നിന്ന് ഈ സംസാരിക്കുന്ന ആരാ? ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ്. നമ്മുടെ വിശ്വാസവും ബോധ്യവും അനുസരിച്ച് ആ ദൈവത്തിൻ്റെ ദാസനിലൂടെ സംസാരിക്കുന്നത് ജീവനുള്ള ദൈവം തന്നെയല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമല്ലേ വെളിപ്പെടുന്നത്? അതെങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്? നിർത്താൻ ആരോടപ്പം നിർത്താൻ പറഞ്ഞത്? വന്നയാളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണോ? നോക്കുക, ഈ പൊളിറ്റീഷ്യൻസ് എല്ലാം ക്ഷേത്രങ്ങളിൽ പോകുന്നവരല്ലേ? ഇവരിവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ടെമ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറ് സൈഡിലുള്ള വളരെ പ്രസിദ്ധമായ ടെമ്പിൾ, അതുപോലെ പത്തനംതിട്ട ജില്ലയിലുള്ള പ്രമുഖമായ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ. ആ ടെമ്പിളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ പൂജാരി അതിൻ്റെ പ്രധാന ശ്രീകോവിലിൽ ഇങ്ങനെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് കയറി ചെല്ലുമോ? അതിനകത്തേക്ക് കയറി ചെല്ലുമോ? അപ്പം ചോദിക്കും, നിങ്ങൾക്ക് ശ്രീകോവിലുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കും. സൗരങ്ങളെ, ശ്രീകോവിലില്ലെങ്കിലും ഇവിടെ സംസാരിക്കുന്നത് എന്താ? ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്താ? ജീവനുള്ള ദൈവത്തിൻ്റെ വചനമല്ലേ ഘോഷിക്കുന്നത്? വചനം എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം തന്നെയല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ അവിടെ വെളിപ്പെടുന്നത്? ആ വചനം ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു വിഘ്നം വരാൻ പാടില്ല, ഒരു തടസ്സവും വരാൻ പാടില്ല.
ജീവനുള്ള ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുകയാണ്. ആ ദൈവദാസനല്ല പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തെ ചവിട്ടി നിന്നുകൊണ്ട്, അദ്ദേഹത്തെ ഒരു ചെരുപ്പ്, ഒരു പാതുകം എന്ന നിലയിൽ ചവിട്ടി നിന്നുകൊണ്ട് വലിയവനായ ദൈവം തൻ്റെ ജനത്തിന് സന്ദേശം കൊടുക്കുന്ന നിമിഷമാണത്. ഇതിന്റെ ഗൗരവമൊക്കെ ഇവരൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ശുശ്രൂഷകളെല്ലാം അലങ്കോലപ്പെടുകയാണ്. കസേര കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ ഇരുത്തുന്നു, തുടർന്ന് MBA മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിലൂടെ നിർധനരായ ചിലർക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്നു, അങ്ങനെ മറ്റ് ചില എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പം മറ്റേ പാസ്റ്റർ ഈ ബൈബിൾ മടക്കി വെച്ച് അങ്ങനെ മാറി നിൽക്കുകയാണ്. അവിടെ ബൈബിൾ മടക്കി വെച്ച് മാറി നിൽക്കുക. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന് MTH കാരനോട് ഞാൻ ചോദിച്ചു, ഇത് അന്യായമല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതെന്തായി കാണിക്കുന്നത്? ദൈവവചനം ഘോഷിക്കുന്നതിനിടയ്ക്ക് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് തയ്യൽ മെഷീൻ കൊടുക്കുക, MBA കൊണ്ട് ആശംസ പറയിപ്പിക്കുക. കാരണം MBക്ക് തിടുക്കമുണ്ട്. പരിശുദ്ധാത്മാവിന് അങ്ങനെ വലിയ തിടുക്കമൊന്നുമില്ലല്ലോ. പരിശുദ്ധാത്മാവിന് അത്ര വലിയ തിടുക്കമില്ല. MBക്ക് തിടുക്കമുണ്ട്. MBക്ക് ഇനി അടുത്ത സ്ഥലത്ത് പോകാനുണ്ട്, അടുത്ത മോസ്കിൽ പോകാനുണ്ട്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത ടെമ്പിളിൽ പോകാനുണ്ട്. അതിനിടയ്ക്കാണ് ഈ പെന്തിക്കോസ്തുകാർക്ക് ഒരു ഔദാര്യം എന്ന നിലയിൽ അവരുടെ അടുക്ക വന്ന് ഇത്രയും സമയം അദ്ദേഹം തന്നല്ലോ, അതൊക്കെ അവർ പറഞ്ഞു കേട്ടോ. ഓ, ഞങ്ങൾ കൃതാർത്ഥരായി, ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നു. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്ന് MTH കാരനോട് ഈ കാര്യം പറഞ്ഞു. വളരെ സങ്കടമായി പോയി. ഇതിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അടുത്ത ഒരു തലമുറയെ നമ്മൾ പഠിപ്പിച്ചിറക്കിയല്ലേ, അവരൊക്കെ ഇത് കണ്ടിട്ടല്ലേ ഈ ശുശ്രൂഷയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവർ ദൈവ സാന്നിധ്യം അലക്ഷ്യമാക്കുകയില്ലേ? എൻ്റെ ചോദ്യം നിങ്ങൾ കേൾക്കണം. ഞാൻ MTH കാരനൊന്നുമല്ല, വെറും പറഞ്ഞിട്ടുണ്ടല്ലോ നാട്ടുപുറത്തുകാരനാന്ന്. നാട്ടുപുറത്തുകാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഗ്രി ഒന്നുമില്ല. ഡിഗ്രി എന്ന് പറയുന്നത് MTH, ഡോക്ടറേറ്റ്, പോസ്റ്റ് ഡോക്ടറേറ്റ്, അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദൈവശാസ്ത്ര ചിന്തകൾ ആവോളമുള്ള അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുക, ഇതെന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ആ ഇരുന്ന രണ്ടുപേരുടെ നടുവിൽ കസേര ഇട്ടെന്ന് പറഞ്ഞല്ലോ, ആ രണ്ടുപേരും ഇപ്പോൾ ഭൂമിയിലില്ല, ഭൂപരപ്പിലില്ല. ദൈവ സാന്നിധ്യം അലങ്കോലപ്പെടുത്തിയില്ലേ, ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞിട്ടേ ഒരു ചെറിയ ദേഷ്യത്തില്, നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം, നിങ്ങൾക്കൊക്കെ ഈ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഈ പ്രസ്ഥാനം റൺ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്ന്. കൊള്ളാം, എനിക്കൊന്നും അറിയില്ലെന്ന്. ഈ പ്രസ്ഥാനം റൺ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് റൺ ചെയ്യിച്ചു കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ മനുഷ്യരുടെ ഒന്നും സഹായ സഹകരണങ്ങളില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ലെന്നുള്ളത് അറിയാവോ? ഒരു ചെറിയ സ്റ്റഡി ക്ലാസ് എനിക്ക് തന്നു. അപ്പോൾ അത് കേൾക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല. ഈ സ്ഥാപനമാകട്ടെ, ഈ പറയുന്ന മൂവ്മെന്റ്, പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ആണല്ലോ, ഇതിനെയൊക്കെ റൺ ചെയ്യിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് ധരിച്ചത്. അത് ആന്റണിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആന്റണിയോ ഒക്കെ ആണെന്ന് ഞാൻ ധരിച്ചില്ല. അപ്പോൾ MTHന്റെ മുമ്പിൽ ഞാൻ സുല്ലിട്ടുകൊണ്ട് അങ്ങ് പുറത്തേക്ക് മാറിപ്പോയി. പിന്നെ അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് അധികം വന്നില്ല. ഈ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് ഇങ്ങനത്തെ കുരുട്ട് വർത്തമാനങ്ങളല്ലേ ഞാൻ പറയുള്ളൂ, ഗുണമുള്ളതൊന്നും പറയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. പിന്നെ പോകാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചു, ടാറ്റ എന്ന് പറഞ്ഞു. ശരി, ഞാനും ടാറ്റ കൊടുത്തു. അപ്പോൾ സഹോദരങ്ങളെ, അതൊക്കെ സങ്കടകരമായ കാര്യങ്ങളാണ്. ഇതേ കാര്യം തന്നെ ഞാൻ മറ്റൊരു പട്ടണത്തിൽ, കേരളത്തിന് വെളിയിലൊരു പട്ടണത്തിൽ വെച്ച് കണ്ടു. അവിടെ ഇതുപോലെ തന്നെ ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, അത് ഇവിടുത്തെ പോലെയല്ല, കരിമ്പൂച്ചകളാണ് AK-47 വരുന്നത്. ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. ആ ഓഡിറ്റോറിയത്തിൽ നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ നമ്മുടെ സൈഡിലൂടെയാണ് ഈ AK-47 കരിമ്പൂച്ചകൾ പോകുന്നത്. കരിമ്പൂച്ച. അപ്പോൾ കരിമ്പൂച്ചയെല്ലാം പോയി സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലും അങ്ങ് കയറി നിന്നു. ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരനും എല്ലാം വിറച്ചു പോയി കാണും കരിമ്പൂച്ചേനെല്ലാം കണ്ടപ്പോൾ. ബാക്കിയുള്ളവരെല്ലാം കസേരയിലിരുന്ന് തപ്പിപ്പടച്ച് ചാടി എഴുന്നേറ്റു. ഈ വന്ന ഒരാൾ ആരാണെന്നൊന്നും ഞാനിപ്പോൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ വന്ന വ്യക്തി നേരെ ഈ പ്രസംഗ പീഠത്തിന് അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം സംസാരിക്കാനങ്ങ് തുടങ്ങുക. അതിൻ്റെ കാരണം എന്നാ? അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഈ സമൂഹത്തിൻ്റെ നടുവിൽ ഇതിനു മുമ്പ് വന്ന്. ആ എക്സ്പീരിയൻസ് എന്താ? എപ്പോൾ വേണേലും കയറി വരാം. നമ്മൾ ഈ AK-47 വന്നു കഴിഞ്ഞാൽ അപ്പം ഇവർ പുസ്തകമൊക്കെ മടക്കി വെച്ച് മാറി നിന്ന് തരും. നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അവർ പിന്നെ മിച്ചം പറഞ്ഞോളും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവരെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവ സാന്നിധ്യം അലക്ഷ്യമാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സഹോദരങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ആൻസറിലേക്കാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ കൺവെൻഷനിലും മറ്റും അതിലും ഇതിലും ഒക്കെ എല്ലാത്തിലും ഇവരെ വിളിച്ച് അതിൻ്റെ ഭാഗമാക്കുന്നത് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
ഈ പറയുന്ന MLA-യോ MBA-യോ മന്ത്രിനെയോ ഒക്കെ വല്ല പ്രകാരത്തിൽ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ള വ്യഗ്രത കൊണ്ടൊന്നുമല്ല ഇവരെ വിളിച്ചു വരുത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരു സെക്രട്ടറി എന്നോട് സംസാരിച്ചെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, അവരുടെ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി വന്ന് വളരെ ശക്തമായി സന്ദേശങ്ങൾ കൊടുത്ത കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അന്ന് അവിടെ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ദേവദാസിൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. തലേദിവസം അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഫ്രീ ആയതുകൊണ്ട് അവിടെ കടന്നു വന്ന് ഈ വലിയ പുരുഷാരത്തിൻ്റെ നടുവിൽ നടക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു. അപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പാർട്ടി, അതിലെ യുവജന വിഭാഗമുണ്ട്. ഒരു 3-4 അക്ഷരമുണ്ട് അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ. ആ അക്ഷരപ്രകാരമുള്ള ആ യൗവനക്കാർ, അവരാണ് അവിടെ മൊത്തം കാവൽ നിന്നത്. വേറെ ഏതോ ഛിദ്രശക്തികൾ ആക്രമിക്കും എന്നുള്ളൊരു ഭയപ്പാട് അവിടെ ഉണ്ടായിരുന്നു ആ തവണത്തെ മീറ്റിങ്ങിലൊക്കെ. അപ്പോൾ ഇവരുടെ ഒരു കാവലിലാണ് അതൊക്കെ നടത്തിയത്. അതൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ പലരും എന്നോട് പറയാറുണ്ട്, കണ്ടോ ഒന്നല്ലെങ്കിൽ ഒരു സഹായം അങ്ങനെ കിട്ടുമെന്നൊക്കെ. നോക്കണം, പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവസാന്നിധ്യത്തിൽ ദൂതന്മാരുടെ കാവലിൽ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നേരെ വന്നിട്ട് പൊളിറ്റീഷ്യൻസും അവരുടെ യുവജന സംഘടനയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അവര് ഏറ്റെടുത്തിരിക്കുന്നു, നമ്മളെ മൊത്തം ഏറ്റെടുത്തിരിക്കുക. നമ്മൾ ന്യൂനപക്ഷമല്ലേ? അവരുടെ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് പറയുന്നത് ഇപ്പോൾ അവരാണ്, പരിശുദ്ധാത്മാവൊന്നുമല്ല. അപ്പോൾ അവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളിൽ ഒത്തിരി ഇൻസിഡൻറ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലോക്കൽ ചർച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ചർച്ചൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം ബൃഹത്തായൊരു സമൂഹമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തിക്കോസ്ത് സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടന്നു. ഇന്നേക്ക് 10 വർഷം പിറകിൽ, 10 വർഷം പിന്നിൽ. ആ 10 വർഷം പിന്നിൽ നടന്ന ആ പ്രോഗ്രാം അവരുടെ ഒരു സെന്റിനറി ആയിരുന്നു. അതായത് അവരുടെ 100 വർഷം തികഞ്ഞതിൻ്റെ ഒരു വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ അതിൽ പൗരപ്രമുഖന്മാർ, സെലിബ്രിറ്റികൾ, അങ്ങനെ എല്ലാ തുറയിലും പെട്ട ആളുകൾ അവിടെ സമ്മേളിച്ചിരുന്നു. വലിയ സ്റ്റേജായിരുന്നു, വലിയ സ്റ്റേജ്. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ മലയാളക്കരയിൽ അറിയപ്പെടുന്ന 2 പ്രമുഖരായ പൊളിറ്റീഷ്യൻസ് പറഞ്ഞ ഒരു ലഘു സന്ദേശം, 2-3 മിനിറ്റ്സ് അത്രേ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് വരാം. ഒരു ചെറിയ വിശദീകരണത്തിലേക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ആ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്നതും ശുശ്രൂഷകന്മാര് ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ നിന്നൊക്കെ വഴുതി മാറി ജഡത്തിൽ വീണ് ചർച്ച് പൊളിറ്റിക്സും പാനൽ രാജാക്കന്മാരും ഒക്കെ ആയി ഈ സമൂഹത്തെ ഒരു വല്ലാത്ത രീതിയിൽ അധപ്പതിച്ച് കളഞ്ഞതിൻ്റെ കാര്യകാരണങ്ങൾ എന്താ, ഇവരുടെ ധാരണകൾ എന്നൊക്കെയുള്ളത് സാധാരണ മനുഷ്യരായ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഞാനത് കേട്ടപ്പോൾ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നി. അപ്പോൾ 10 വർഷം പിന്നിലാണ്, 10 വർഷം അല്ല കേട്ടോ, 10-12 വർഷം പിന്നിലാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അങ്ങനെ 10-12 വർഷം പിന്നിൽ ഈ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേയിലോ മറ്റോ ഞാൻ അന്നൊന്നും നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്ന കാലമല്ല. പക്ഷെ ഉള്ളിലെ സങ്കട നിമിത്തം നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു ഫോണിൽ ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ, ഒരു 10 മിനിറ്റ്സ് വരുന്ന ഒരു ഷോർട്ട് വീഡിയോ, ഇതിങ്ങനെയല്ല, ദൈവസഭയിൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇത് തെറ്റായ ഒരു ആശയമാണ്. കർത്താവിൻ്റെ സഭ ആരംഭിച്ചിട്ട് 100 വർഷമല്ല ആയിട്ടുള്ളൂ. സഭ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. സഭ യാത്രക്കാരുടെ സംഘമാണ്. അവരുടെ യാത്ര പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ നിഴലായ ഇസ്രായേൽ, അതിൻ്റെ നിഴൽ എന്നുള്ള നിലയിൽ നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുമല്ലോ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 25-ാം വർഷം, 40 വർഷം അവർ മരുഭൂമിയിലൂടെ കറങ്ങിയില്ലേ, അതിൽ 25-ാം വർഷം എന്ന് പറയുന്നത് സിൽവർ ജൂബിലിയാണ്. ശരിക്കും മോശയുടെ യോശുവയുടെ ഒക്കെ നേതൃത്വത്തിൽ സിൽവർ ജൂബിലി പ്രോഗ്രാം. ആ 25-ാം വർഷം ഏത് മരുഭൂമിയിലാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സീൻ മരുഭൂമിയാണോ, സീനായി മരുഭൂമിയാണോ, പാരാൻ മരുഭൂമിയാണോ, എവിടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവിടെ ഒരു 25 വർഷത്തെ പ്രോഗ്രാം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ശരിക്കും അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നത് വരെ എന്തെങ്കിലും പ്രോഗ്രാം നടത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ? ഒരു പ്രോഗ്രാമും നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈ 10-12 വർഷം മുമ്പ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇതൊക്കെ ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ കാര്യപരിപാടി വ്യത്യസ്തമാണെന്നുള്ളത് വചനത്തിൽ നിന്ന് പറഞ്ഞു, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. അതിനടിയിൽ അതങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അവിടെ എനിക്കറിയാവുന്ന ആ സമൂഹത്തിലെ വളരെ സീനിയറായിട്ടുള്ള അവരുടെ ശുശ്രൂഷകർ വന്ന് പല കമൻസും പറഞ്ഞു. ആ കമൻസൊക്കെ
ആ കമൻസ് ഒക്കെ ചില ഉഗ്രന്മാർ പറയുന്നത് പോലത്തെ കമന്റ്സ് ഒക്കെ ആയിരുന്നു. ആരടാ ഏതടാ എന്തിടാ എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ആ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് സഹോദരങ്ങളെ നിങ്ങളൊന്ന് കേൾക്ക്, ഞങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സമൂഹം ദൈവസാന്നിധ്യം എങ്ങനെയാണ് അലക്ഷ്യമാക്കുന്നത്, ദൈവത്തെ എങ്ങനെയാണ് കോപിപ്പിക്കുന്നത്, ഇസ്രായേലിനേക്കാൾ കഷ്ടമായിട്ട് ദൈവത്തെ കോപിപ്പിക്കുന്നവരുടെ സംഘമാണ് ഇന്നത്തെ പെന്തിക്കോസ്തുകാർ. ഇസ്രായേലും മരുഭൂമി ദൈവത്തെ പരീക്ഷിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവത്തെ കോപിപ്പിച്ചു, അങ്ങനെ അവരിൽ പലരും പട്ടുപോയെന്നും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർ വാഗ്ദത്ത ദേശത്ത് വന്നിട്ടും ദൈവത്തെ കോപിപ്പിച്ചു, പിന്നത്തേതിൽ അവർ പ്രവാസത്തിൽ പോയി എന്നും നമ്മൾ കാണുന്നു. അതിന് തുല്യമായ നിലയിൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മനുഷ്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദൈവിക ശക്തിയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. നമ്മളൊക്കെ പറയുമ്പോൾ വിവിധ മതങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിലും ഇതിന്റെയൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്നൊരു ശക്തിയുണ്ട്, അതാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിനെ നമ്മൾ പല രൂപത്തിൽ കാണുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ദൈവിക ശക്തി തീർച്ചയായും മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്ത് നൽകും എന്നുള്ള കാര്യത്തിൽ അശേഷം സംശയമില്ല. ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ ആരാധിക്കും, പക്ഷെ സന്തോഷം വരുമ്പോൾ പലരും ദൈവത്തിനെ ഓർക്കാറില്ല. നല്ല കാലത്ത് ദൈവത്തിനെ കുറിച്ച് പറയും, എന്തെങ്കിലും മോശം കാലം വന്നാൽ അപ്പോ ദൈവത്തിനെ നിന്ദിക്കുന്ന ചില പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. സൗരങ്ങളെ, ഇപ്പൊ നമ്മൾ കണ്ട ഈ വീഡിയോയുടെ തുടക്കത്തില് മലയാളക്കരയിലെ വളരെ പ്രസിദ്ധനായ പ്രമുഖനായ ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ഈ പറയപ്പെട്ട സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടുള്ള ബന്ധത്തിൽ ധാരാളം രാഷ്ട്രീയക്കാർ അവിടെ കടന്നു വന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ സമയക്കുറവുകൊണ്ട് അത് മുഴുവൻ കേൾക്കുന്നില്ല. 10-12 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതൊന്നും ആരും ഒന്നും ഗൗനിക്കുന്ന കാര്യമല്ല, ആരും ഗൗരവമായി എടുക്കുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ അന്ന് മുതലൊരു നോവായിട്ട് എൻ്റെ ഉള്ളിൽ ഇത് സൂക്ഷിക്കുന്നതാണ്. ഞാൻ ഈ കാര്യം അന്ന് മുതൽ ഉള്ളിൽ സൂക്ഷിക്കുന്നതാണ്. അതിന് മുൻപും അതിന് ശേഷമൊക്കെ ഇതുപോലത്തെ ധാരാളം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോടുള്ള ബന്ധത്തിൽ ആ സമൂഹം വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്ന വളരെ ആദരണീയനായ ആ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും ഒരു അനിഷ്ടമല്ല നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അവര് ഈ രാജ്യത്തെ ഭരിക്കുകയും ഇവിടുത്തെ ജനത്തെ നയിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരോട് നമുക്ക് എന്നും ബഹുമാനമുണ്ട്. അവരാരും ആയിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞു അവരോട് ബഹുമാനമുണ്ട്. പക്ഷേ അവരെ ആരെയും ഒന്നും ടാർഗറ്റ് ചെയ്തല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ വേദിയിൽ നൂറുകണക്കിന് ശുശ്രൂഷകരാണ് ഇരിക്കുന്നത്. അതായത് ആ സമൂഹത്തിലെയും മറ്റെല്ലാ പെന്തക്കോസ് സമൂഹത്തിൻ്റെയും ലീഡർഷിപ്പിലുള്ള പാസ്റ്റേഴ്സ് അവിടെ അന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ തയ്യൽ മെഷീൻ കൊടുത്ത വലിയ സീനിയർ ആയിട്ടുള്ള അദ്ദേഹമൊക്കെ അന്ന് അവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം അവിടെയുണ്ട്. ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറയുന്നൊരു കാര്യം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പറയുമ്പോൾ വിവിധ മതങ്ങളിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. എങ്ങനെയാ? നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ വിവിധ മതങ്ങളിൽ ജീവിച്ചു പോകുന്നു, എന്നാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ശക്തിയാണ് ദൈവം. ഓക്കെ, ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ശക്തിയാണ് ദൈവം. ദൈവത്തെ നമ്മളൊക്കെ പല രൂപത്തിൽ കാണുന്നു. അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ പോകുന്നയാളാണ്. പക്ഷെ നമ്മളാരും അങ്ങനെ പോകുന്നില്ലെങ്കിലും അദ്ദേഹം പോയി വിളിക്കുന്നതും കാണുന്നതും, നമ്മൾ ഈ പല മീറ്റിങ്ങുകളിലും വിശേഷിച്ച് സഭായോഗത്തിലൊക്കെ ഒത്തുകൂടുമ്പോൾ അവിടെയെല്ലാം നമ്മൾ വിളിക്കുന്നതും കാണുന്നതും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവസാനം അദ്ദേഹം ഇത്രയും കൂടെ പറഞ്ഞു, പ്രയാസം വരുമ്പോഴാണ് പലരും ദൈവത്തെ ആരാധിക്കുന്നത്, സന്തോഷമൊന്നും വരുമ്പോൾ ആളുകൾ ദൈവത്തെ ആരാധിക്കില്ല. അതൊരു ഫിലോസഫിയാണ് അദ്ദേഹം പറഞ്ഞത്, ലോകത്തിന്റെ ഫിലോസഫിയാ. ആരോടാ പറഞ്ഞത്? ആരാധനയുടെ മർമ്മം തുറന്നു കിട്ടിയ ആളുകളോടാണ് പറയുന്നത്. സന്താപത്തിലും സന്തോഷത്തിലും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തോടാ പറയുന്നത്. അല്ലെങ്കിൽ ആരാധനയുടെ എല്ലാ ആഴങ്ങളും മനസ്സിലാക്കിയ മനുഷ്യരല്ലേ, അവർക്കാണ് ആരാധനയുടെ ക്ലാസ് അദ്ദേഹം എടുക്കുന്നത്. ആ പാവം മനുഷ്യന് ആരാധന എന്താണെന്നറിയാവോ? അദ്ദേഹത്തിന് ഒരിക്കലും അറിയാൻ പാടില്ലാത്തൊരു ആത്മീയ സത്യമാണ് ദൈവം ആത്മാവാകുന്നു എന്നുള്ളത്. അദ്ദേഹം സേവിക്കുന്നത് അങ്ങനെയുള്ളൊരു ദൈവത്തെയല്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, ശരി, നിങ്ങൾ ആത്മാവായ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ഞങ്ങൾ വേറൊരു പേരിലാണ്, വേറൊരു പ്രത്യേക രൂപത്തിലുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിലും നമ്മളെല്ലാം ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്.
നമ്മളെല്ലാം ഒരു ദൈവത്തെ വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയും ഈ പ്രസംഗമൊക്കെ ആയിട്ട് നമ്മുടെ ഈ മെസ്സേജ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത ദിവസം യൂട്യൂബിലേക്ക് വിടണം. പെന്തക്കോസുകാർ നമ്മളെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഗ്യാരണ്ടി അല്ലേ? താങ്കൾക്ക് എന്തിൻ്റെ സൂക്കേടാണെന്നും ചോദിച്ച് തന്നെ തുടങ്ങും അവർ. അദ്ദേഹം നമ്മുടെ നടുവിൽ വന്നു നിന്ന് നമുക്ക് ആശംസ അറിയിക്കുകയും പരിശുദ്ധാത്മാവിനും അവർ ആശംസ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് ആശംസ കൊടുത്തു, നമ്മുടെ ലീഡേഴ്സിന് ആശംസ കൊടുത്തു. അങ്ങനെ എല്ലാം ചെയ്ത ആ ആളുകളോടുള്ള ബഹുമാനം കാണിക്കേണ്ടതിന് പകരം അവരിങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് വീഡിയോയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുവാണോ വേണ്ടതെന്നാണ് നമ്മുടെ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും എനിക്കുള്ള സമ്മാനം അടുത്ത ദിവസം കിട്ടും. അതൊക്കെ ഞാൻ മേടിക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇനി ബഹുമാനായ മർത്തോമക്കാരൻ പ്രൊഫസറും കൂടെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഭയാനകമായി തോന്നിയത്. രണ്ടും ഭയാനകമാ, അത് കുറച്ചും കൂടെ ഭയാനകമാ. കേൾക്കട്ടെ. അഭിവന്ദനായ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഓൾ ഇന്ത്യ സൂപ്രണ്ട് പാസ്റ്റർ ഡി മോഹനൻ അവർകൾ, ബഹുമാനായ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ടി ജെ സാമുവൽ അവർകൾ, നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്റ്റേജില് ഉപവിഷ്ടരായ മറ്റ് വിശിഷ്ട അതിഥികളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വന്ദനം. ഈ 100 വർഷം പൂർത്തീകരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിനെ, അതും ആത്മാവിന്റെ പാതയിലൂടെ, ആധ്യാത്മികതയുടെ പാതയിലൂടെ വലിയൊരു ജനസമൂഹത്തെ നയിച്ച അസംബ്ലീസ് ഗോഡിനെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അനുമോദിക്കുന്നു. 100 വർഷത്തെ ചരിത്രം യാതനയുടെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ ചരിത്രമാണ്. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും ധൈര്യസമേതം ദൈവവിശ്വാസത്തോടുകൂടെ നേരിട്ട വിജയത്തിന്റെ കഥയാണ് അസംബ്ലീസ് ഗോഡിന്റെ കഥ എന്ന് പറയുവാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ആത്മാവിന് വേണ്ടി പൊരുതിയ 100 വർഷം. അങ്ങനെ അനേകായിരം ആത്മാക്കളെ നല്ല മാർഗത്തിലേക്ക് നയിച്ച 100 വർഷം. ഈ 100 വർഷത്തിന്റെ ചരിത്രം ആഘോഷിക്കുമ്പോൾ സഭയുടെ നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എ ഗാലക്സി ഓഫ് ലീഡേഴ്സ്, എ ഗാലക്സി ഓഫ് പാസ്റ്റേഴ്സ് ആർ ഹിയർ. നിങ്ങളെ എല്ലാവരെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്. യഥാർത്ഥത്തില് ഒരു സഭ, അസംബ്ലീസ് ഗോഡായാലും മറ്റ് മതങ്ങളായാലും ഒക്കെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നു എങ്കിൽ അത് രാജ്യത്തിന് വലിയ മുതൽകൂട്ടാണ്. നിർഭാഗ്യവശാൽ പലപ്പോഴും സഭകൾ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതിന് പകരം മതാത്മികതയിലേക്ക്, റിലിജിയോസിറ്റിയിലേക്ക് നയിക്കും. റിലിജിയോസിറ്റിയും സ്പിരിച്വാലിറ്റിയും രണ്ടാണ്. യഥാർത്ഥ സ്പിരിച്വാലിറ്റിയാണ് ഇന്ത്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. ഈ സഭ യഥാർത്ഥ ആധ്യാത്മികതയിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത് എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, യഥാർത്ഥ ആധ്യാത്മികത ഒരു മതത്തിനകത്ത് മാത്രമുള്ളത്, എല്ലാ മതങ്ങളിലുമുണ്ട്. നമ്മുടെ രാജ്യം ഭാരതം ആദ്യകാലം മുതലേ യഥാർത്ഥ ആധ്യാത്മികതയുടെ നാടാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയും നമ്മുടെ രാജ്യത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ട വീഡിയോയുടെ ആദ്യം നായർ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രമുഖനാണ് സംസാരിച്ചത്. രണ്ടാമത് സംസാരിച്ചത് നവീകരണക്കാരെന്ന പേരിൽ അറിയപ്പെടുന്ന മർത്തോമക്കാരുടെ കൂട്ടത്തിലുള്ളൊരു പ്രൊഫസറാണ് സംസാരിച്ചത്. അദ്ദേഹം ആരാണ് ഏതാണെന്നൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് സകല മനുഷ്യരും അറിയുന്ന പ്രസിദ്ധനായ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. ആ രണ്ടുപേരും ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഒരു സഭ മനുഷ്യനെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നുവെങ്കിൽ രാജ്യത്തിന് വളരെ പ്രയോജനമാണ്. രാജ്യം അതാണ് ആവശ്യപ്പെടുന്നത്. 2, ഈ സഭ യഥാർത്ഥ ആത്മീയതയിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നത് ദൈവസഭയാണെന്നും ദൈവസഭയെ നയിക്കുന്ന ലീഡേഴ്സാണ് അവിടെ നിരനിരയായിട്ട് ഇരിക്കുന്നതെന്നും അവരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു.
അവിടെ ദൈവത്തിൻ്റെ സഭയാണ് കൂടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ഒരു 100 വർഷം എന്നും പറഞ്ഞു. ആത്മാവിൻ്റെ ഒരു 100 വർഷം, അതെനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ സഭയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 2000 വർഷത്തിനടുത്തായി. 2000 വർഷത്തിനടുത്തായി. പിന്നെ ഈ 100 വർഷം എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ 100 വർഷങ്ങൾ എന്നൊക്കെയാണ് ഹെഡിങ് കണ്ടത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 100 വർഷമാണോ ആയിട്ടുള്ളൂ? അതെങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും സഹോദരങ്ങളെ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുസ്യൂതം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കാറ്റും കൊടുങ്കാറ്റും അലമാലകളും തിരമാലകളും ഒക്കെ അടിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ ശക്തമായി നയിച്ചുകൊണ്ടിരുന്നില്ലേ? ആദ്യ നൂറ്റാണ്ടുകളിലെല്ലാം അങ്ങനെ മുന്നോട്ട് പോയില്ലേ? പിന്നീട് പ്രതിസന്ധികൾ വന്നെങ്കിലും ക്രിസ്തീയ സമൂഹത്തിൽ നവീകരണങ്ങൾ കൊണ്ടുവന്ന് ആത്മീയ മുന്നേറ്റങ്ങൾ കൊണ്ടുവന്ന് സഭയെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവന്നു. പിന്നത്തേതിൽ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആത്മാവിൻ്റെ 100 വർഷം എന്നൊക്കെ പറയുന്ന ഏതർത്ഥത്തിലാണ്? അപ്പം ഞാൻ അങ്ങനെ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഈ പറഞ്ഞ സീനിയർ പാസ്റ്റേഴ്സും മറ്റുള്ള ആളുകളൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടും പറഞ്ഞത് എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? അവർ പറഞ്ഞത്, എടാ മടയാ, ഇത് സഭയുടെ 100 വർഷം എന്നല്ല പറഞ്ഞത്, സംഘടനയുടെ 100 വർഷമാണ്. അവരുൾപ്പെട്ട് നിൽക്കുന്ന ആ സംഘടന ആരംഭിച്ചിട്ട് മലയാളക്കരയിൽ ആരംഭിച്ചിട്ട് 100 വർഷമായി. ആ 100 വർഷത്തിൻ്റെ ആഘോഷം, ശതാബ്ദിയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ, ഇദ്ദേഹം മാത്രമല്ല ബാക്കി പലരും പറയുന്നുണ്ട്. ഇനി നമ്മുടെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, സാക്ഷാൽ ശ്രീമാൻ മുഖ്യമന്ത്രി ഒക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാം സഭ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ പബ്ലിക് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ കൂടിയത് സഭയാണെന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നത് അവിടെ സഭയല്ല കൂടിയിരിക്കുന്നത്, വെറും സംഘടന മാത്രമാണ്. സംഘടനയുടെ 100 വർഷമാണ് ആഘോഷിച്ചത്. സംഘടനയിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം ഉണ്ടായിട്ട് 100 വർഷമായി എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവർക്കത് മനസ്സിലായില്ല. ഇവർ പറയുന്നത് സഭയുടെ 100 വർഷം എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഈ സഭ എന്നുള്ള പേരിലൊക്കെ വേറെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അവരത് കേൾക്കുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ജന്മം കൊണ്ടിട്ട് കേവലം 100 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അധികം സംസാരിക്കേണ്ട, മിണ്ടാതിരുന്നോളാൻ അവർ പറയുന്നത്. അതിനുള്ള വഴി വെച്ച് കൊടുത്ത പാർട്ടികളാരാ? ഈ പുള്ളികളാ. ശരിക്കും ക്രിസ്തീയ സഭയുടെ പഠനം ആരംഭിക്കുമ്പോൾ എവിടെയാണ് തുടങ്ങുന്നത്? യെരുശലേമിലും മർക്കോസിന്റെ മാളികയിൽ ആരംഭിച്ച സഭ അതിൻ്റെ ജൈത്രയാത്ര വന്ന് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുളിലൂടെ കടന്നുപോയി കാറ്റും കൊടുങ്കാറ്റും ഒക്കെ അടിക്കപ്പെട്ട നിലയിൽ അതങ്ങനെ മുന്നോട്ട് വന്നെങ്കിലും സഭയാം നൗക തകർന്നു പോയിട്ടില്ല. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ലക്ഷ്യത്തിൽ വലിയൊരു ആഘോഷമുണ്ട്, ഭയങ്കര ഒരു ആഘോഷം. അത് വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, ഒരുങ്ങിയിരിക്കുന്ന കാന്തയുടെ കരം കുഞ്ഞാട് പിടിക്കുമ്പോൾ അന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഭയങ്കര കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് റിസപ്ഷൻ പാർട്ടിയുണ്ട്. റിസപ്ഷൻ പാർട്ടി ഈ ഭൂമിയിലാണ്. അന്ന് റിസപ്ഷൻ പാർട്ടിയിൽ പന്തിക്കിരിക്കുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെയാ. വലിയ കാര്യങ്ങളൊക്കെയാ സംഭവിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കേവലം ഒരു സെന്റിനറി ആഘോഷിക്കുകയാണ് സഭയുടെ. പറയുമ്പോൾ സംഘടനയുടെ ആണെന്ന് പറഞ്ഞാലും ജനം തെറ്റിദ്ധരിച്ചു പോയി. അത് പോട്ടെ, ആഘോഷമല്ല വിഷയം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവരാണോ ഇവിടെ ഇരിക്കുന്നത്? ദൈവസഭ എന്താണെന്ന് അറിയാവുന്നവരും ദൈവസഭയെക്കുറിച്ച് ഭാരമുള്ളവരെ മാത്രമാണ് സ്പെഷ്യൽ മീറ്റിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗൗരവമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. അത്ര ദുരന്തമാണ് സംഭവിക്കുന്നത്, ദുരന്തം. യെരുശലേം ദേവാലയത്തിൽ അശേര പ്രതിഷ്ഠ വയ്ക്കുന്നതിന് തുല്യമാണിത്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അവിടെ അശേര പ്രതിഷ്ഠ യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ? അതിന് തുല്യമല്ലേ ഇത്? പ്രസംഗിക്കുന്ന എൻ്റെ ആ ഭാരം ഉൾക്കൊള്ളുന്നവരെ മാത്രം ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ വിളിക്കാവുള്ളൂ, അല്ലാത്ത ആരെയും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി വിളിക്കരുത്. അങ്ങനെ ഒരു പ്രസംഗമല്ല ഇത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. യൗവനക്കാർ ഈ വഴിയിലെങ്ങും ഇല്ല. നമ്മൾ അവരെയൊക്കെ കുറ്റം പറയും. കുറ്റം പറയേണ്ടതിൻ്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവരെയാണ്. ഞാൻ 2 സെന്റൻസും കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ സഹോദരങ്ങളെ, ഇദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഈ സഭ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന സഭയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്നാണ്. പിന്നീട് പറയുന്നത്, യഥാർത്ഥ ആത്മീയത ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമല്ല ഉള്ളൂ, എല്ലാ മതത്തിലും ആത്മീയതയുണ്ടെന്ന്.
അതായത് എല്ലാ മതത്തിലും ആത്മപ്രവൃത്തികളുണ്ട്. എല്ലാ മതവും ശരിയായ ആത്മീയതയിലേക്കാണ് ജനത്തെ നയിക്കുന്നത്. ആ സമയത്ത് വേദിയിലിരിക്കുന്ന ആളുകൾ ആരാന്നാ പറഞ്ഞത്? ആ ഒരു സംഘടനയുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലീഡർഷിപ്പിലുള്ളവർ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, സഹോദര സഭകൾ എന്നുള്ള നിലയിൽ എല്ലാ പെന്തക്കോസ് സംഘടനകളുടെയും തലപ്പത്തുള്ളവർ അവിടെ നിരന്നിരിപ്പുണ്ട്. അവിടെ എല്ലാം കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്. ആ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അതിലൊരു മുഖുവനായ മനുഷ്യനെ കുറിച്ച് കാണാം. പേര് പത്രോസ്. അദ്ദേഹം യെരുശലേമിന്റെ തെരുവിൽ നിന്ന് പറയുകയാണ്, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആത്മാവായ ദൈവത്തോട് അടുക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമമൂലമല്ലാതെ അടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു അപ്പസ്തോലൻ പത്രോസ്, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആ ബൈബിളിലുണ്ട്. അതൊക്കെ അറിയാവുന്നവരവര്. അവിടെ ഇരിക്കുന്നവരെല്ലാം ഡോക്ടറേറ്റ് ഉള്ളവരും MTH ഉള്ളവരൊക്കെയാ, ചെറിയ ആളുകളൊന്നുമല്ല. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് കരുതി അവരുടെ ഒന്നും അറിവിൻ്റെ മുമ്പിലോ അവരുടെ അനുഭവ സമ്പത്തിൻ്റെ മുമ്പിലോ ഒന്നും നമ്മളാരും ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ കാർപോർച്ചി നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ഉള്ളിലെ ഭാരം നിമിത്തമാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ചെവി തുറന്നിരിക്കുന്ന ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് മറുപടി പറയുന്നത്. അത്രയും അവിശുദ്ധന്മാർ നിരന്നിരിക്കുമ്പോൾ ഈ രണ്ട് പൊളിറ്റീഷ്യൻസും പറഞ്ഞത് എന്താ? എല്ലാ മതങ്ങളും ഒരു ദൈവത്തെയാണ് വിളിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? എല്ലാ മതങ്ങളും ജനത്തെ ആത്മീയതയിലേക്കാണ് നയിക്കുന്നത്. എല്ലാ മതത്തിലും ആത്മീയതയുണ്ട് എന്ന് വെച്ചാൽ എല്ലാ മതത്തിലും നിത്യജീവൻ ഉണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നത്. പിന്നെ യേശുക്രിസ്തു ക്രൂശേക്കേറേണ്ട കാര്യമുണ്ടോ? നോക്കണം, ഒരു മർത്തോമക്കാരൻ വന്ന് പെന്തിക്കോസുകാരനോട് പറഞ്ഞു കൊടുക്കുക, എടാ മോനെ, നിന്റെ കൂട്ടത്തിൽ മാത്രമൊന്നും അല്ല ആത്മീയതയുള്ളൂ. പുള്ളി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതരനാണ്. നമ്മളെല്ലാം മതേതര സ്വഭാവം ഉള്ളവരാകട്ടോ. നമ്മുടെ മതേതര സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ മതേതര സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇന്ന് കാണുന്ന എല്ലാ മതങ്ങൾക്കും ഈ ഭൂമിയിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അവരെല്ലാം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കട്ടെ. ദൈവം ഇല്ലെന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, നിരീശ്വരവാദികൾ. അവരും അവരുടെ ആശയം പ്രചരിപ്പിച്ചോട്ടെ. അതിനിടയ്ക്ക് അവരെ ഒന്നും ആരും തല്ലുവോ കൊല്ലുവോ ഒന്നും ചെയ്യരുത്. എല്ലാവർക്കും ഈ ഭൂമി ജീവിക്കാനുള്ള സ്പേസ് വേണം. ആ കൂട്ടത്തിൽ എളിയവരായ നമുക്കും ഒരു ചെറിയ സ്പേസ് തന്നേക്കുക. നമ്മളിങ്ങനെ പറയും, ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ലെന്ന്. അത് തോക്കെടുത്ത് വെച്ചിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്, വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത്. സഹോദരങ്ങളെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, പലതരം ഇരുമുടിക്കെട്ടുകളും പലതരം ഭാരങ്ങളുമായിട്ടൊക്കെ പല മലകളും കുന്നുകളും കയറുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സകല മനുഷ്യർക്കും വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ ബലിയായി തീർന്നു എന്നുള്ള സദ്വർത്തമാനം, സുവിശേഷം അതിൻ്റെ നിലയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ സുവിശേഷത്തിലെ ജീവൻ നിങ്ങളെ സ്പർശിക്കും. ആ സുവിശേഷത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. അതിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ജീവൻ നിങ്ങളെ മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് നയിക്കും. പിന്നീട് ചത്തു കഴിയുമ്പോൾ ഏതെങ്കിലും പുഴക്കരയിൽ പോയി നിന്ന് കാക്കയെ കൈകൊട്ടി വിളിക്കേണ്ട കാര്യമില്ല. നിന്ന നിപ്പിൽ ആ സ്പോട്ടിൽ തന്നെ നിന്റെ ഉള്ളിൽ നിത്യജീവൻ വരികയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആ സമയത്ത് തന്നെ ജീവന്റെ വ്യാപാരം വരികയാണ്. ജീവന്റെ വ്യാപാരം, വചനമാകുന്ന വിത്തകത്ത് വരുന്നു. അങ്ങനെ ജീവൻ അവിടെ തുടിക്കാൻ ആരംഭിക്കുന്നു. ആത്മീയമായി ഉണർത്തപ്പെടുന്ന നാം ആത്മാവായ ദൈവവുമായി സമ്പർക്കത്തിലേക്ക് വരുന്നു. ദൈവവുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നു. അതുവരെ നമ്മൾ എങ്ങനെയാ കിടന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന മനുഷ്യരാണ്. അങ്ങനെ മരിച്ചു കിടന്ന രണ്ടുപേരാണ് ഇപ്പോ ജീവൻ വെച്ചു എന്ന് പറയുന്നവരോട് ആശംസ പറയുന്നത്. കേൾക്കണം. അങ്ങനെ എഫേസ്യ ലേഖനം പറയുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്ന രണ്ടുപേര് ജീവൻ വെച്ചു എന്ന് പറയുന്ന ആളുകളോട് ആശംസ പറയുകയാണ്. എല്ലാ മതത്തിലും ദൈവം ഉണ്ട് കേട്ടോ. എല്ലാ മതങ്ങളും മനുഷ്യർക്ക് നിത്യജീവനാണ് കൊടുക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തുവിലൂടെ മാത്രമാണെന്നുള്ള വരട്ട് തത്വവാദങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. അതൊക്കെ തീവ്രവാദമാണ്. ശരിക്കും യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മരക്ഷ എന്നുള്ളതും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ പറയുന്നതും ഒരു തീവ്രവാദ ലൈനായിട്ടാണ് ഇവരെല്ലാം പറയുന്നത്. ശരിക്കും തീവ്രവാദികളുടെ രീതി എങ്ങനെയാ? ഞങ്ങളുടേത് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടേത് കേട്ടില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അതാണ് സകല തീവ്രവാദികളും പറയുന്നത്. നമ്മൾ ആരെങ്കിലും വെടിവെച്ച് കൊല്ലാൻ പോകുന്നുണ്ടോ? സുഹൃത്തെ, ഒരു നിമിഷം നിൽക്കൂ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു നിന്നെ രക്ഷിക്കും. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അവൻ പറയാണ് ഓടടാ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ഥലം കാലിയാക്കും. അല്ലാതെ നമ്മൾ ഉടനെ AK-47 എടുക്കുന്നുണ്ടോ? നീ എൻ്റെ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ, എൻ്റെ കർത്താവിനെ അംഗീകരിച്ചില്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെയാ നമ്മളാരെങ്കിലും പറയാറുണ്ടോ?
എല്ലാ മതങ്ങളും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടേതാണ് ശരി, ഞങ്ങളുടേത് അംഗീകരിച്ചോണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നീയൊക്കെ പാകിസ്ഥാനിലേക്ക് പൊക്കോളാനാ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത്, നമ്മളോട് പറയുന്നത്. നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വീണ സകല മനുഷ്യരും ഇവിടെ തന്നെ ജീവിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചോ, ഞങ്ങൾ ഞങ്ങളുടെ മാർഗം പ്രചരിപ്പിക്കും. ഞങ്ങളുടെ മാർഗത്തിന് മേന്മയുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങളുടേതിനാ മേന്മയെങ്കിൽ ആളുകൾ അത് കൈക്കൊള്ളട്ടെ. ഞങ്ങളുടേതിനാണ് മേന്മയെങ്കിൽ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാർഗത്തിൻ്റെ പിന്നിൽ അതിൻ്റെ ഉടയവനുണ്ടെങ്കിൽ ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഗുളിക കൊടുത്തിട്ടോ മരുന്ന് കൊടുത്തിട്ടൊന്നും അല്ല ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നത്. ചില പുള്ളികൾ പറയാറുണ്ട് ഇവര് സോപ്പും ചീപ്പും പിന്നെ എന്നതാ ഗോതമ്പ് പൊടിയും. ചില ആൾക്കാർ പറയും അവർ പാൽപ്പൊടി കൊടുത്തിട്ടും മൈദമാവ് കൊടുത്തിട്ടോ ഗോതമ്പ് കൊടുത്തിട്ടോ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവമില്ല. കാരണം നമ്മുടെ കയ്യിൽ അതിന് മാത്രം മൈദമാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും കൊടുത്തിട്ടല്ല നമ്മൾ ആളുകളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പങ്കുവയ്ക്കുന്നത്. ആ സ്നേഹം ഏതെങ്കിലും മനുഷ്യരെ സ്പർശിച്ചാൽ തൽക്ഷണം അവർ മുട്ടുകുത്തും. അങ്ങനെ അവർ മുട്ടുകുത്തി കഴിഞ്ഞാൽ മീൻസ് തൽക്ഷണം അവർ സറണ്ടർ ചെയ്യും, അഥവാ ദൈവസന്നിധിയിൽ അവർ കീഴടങ്ങും, യഥാസ്ഥാനപ്പെടും. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതേസമയം ഇവർ പറഞ്ഞ കാര്യം എന്താ? ക്രൂരമായ കാര്യമാണ്, വളരെ ക്രൂരമായ കാര്യങ്ങളാണ്. ആ സമൂഹത്തിൻ്റെ നേതൃനിരയിലുള്ള ആളുകളൊക്കെ അത് മൗനമായിരുന്ന് കേട്ടിരിക്കുകയാണ്. ഒരു തിരുത്തൊന്നും അവരാരും കൊടുത്തില്ല. കാരണം ഇവർ ഗസ്റ്റുകളല്ലേ, പോയി ക്ഷണിച്ച് വിളിച്ചോണ്ട് വന്നതാണ്. ആ ശുശ്രൂഷകന്മാർ നയിക്കുന്ന ആട്ടിൻകൂട്ടം അതിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ. 10,000-കണക്കിന് ആട്ടിൻകൂട്ടം അതിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവർക്കുള്ള ഇലയാണ് ഇവർ ഇട്ട് കൊടുത്തത്. ആ ആടുകൾ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഇലയാണ് നമ്മുടെ നായർ സഹോദരനും നമ്മുടെ മർത്തോമ സഹോദരനും ഇട്ട് കൊടുത്തത്. എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്. അപ്പോൾ ഈ പല മതങ്ങളിൽ നിന്നാണ് ഇവർ ഈ മാർഗത്തിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ വെയിൽ കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പല മതങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവര് രക്ഷാസന്ദേശം കേട്ടപ്പോൾ മതങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ മാർഗം പിന്തുടർന്നു. അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ആളുകളാണ്. അവരോടാണ് ഈ ബുദ്ധി ഉപദേശം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ ഈ സമൂഹം നന്നാവുമെന്ന് പറ. നിങ്ങൾ തന്നെ വിലയിരുത്തുക കേട്ടോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വേഗം ഈ ഭാഗങ്ങൾ വിടാം. ഈ സമൂഹത്തിലെ നേതൃനിരയിലുള്ള പാസ്റ്റർമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പരിസരത്ത് പോലും നമ്മൾ നിൽക്കില്ല. കാരണം അവിടെ തലയ്ക്കകത്തിരിക്കുന്നത് എന്താ? എല്ലാ മതങ്ങളിലും ദൈവം ഉണ്ടെന്നുള്ളതാണ്. എല്ലാ മതങ്ങളിലും സത്യദൈവമുണ്ട്. ചിലർ ആ പേരിൽ വിളിക്കുന്നു, ചിലർ ഈ പേരിൽ വിളിക്കുന്നു. എല്ലാം ഒരു സ്ഥലത്തേക്കാണെന്ന് ഇവരെല്ലാം അംഗീകരിക്കുന്നവരാണ് ഈ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർ. അല്ലെങ്കിൽ അവർ തെളിച്ചു പറയട്ടെ, തിരുത്തി പറയട്ടെ. അവരുടെ വായിന്ന് തിരുത്തി പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾ പോലും തിരുത്തി പറയില്ല. കുറിച്ചു വെച്ചോ നിങ്ങൾ. ഇങ്ങനെ എത്രയെത്ര വീഡിയോസ്, എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ എങ്ങനെയാ 42 വർഷം ശുശ്രൂഷിച്ച ആളെന്ന് പറയുന്ന പുള്ളിക്കാരൻ വിവരക്കേട് പറയാതിരിക്കുന്നേ? കഴിഞ്ഞ ദിവസമേ ഒരു പ്രമുഖ സംഘടനയിലെ 42 ദിവസം ശുശ്രൂഷിച്ച വയോധികനായ അല്ലെങ്കിൽ പ്രായം ചെന്ന മുതിർന്ന ആ മനുഷ്യൻ പറഞ്ഞത് എന്താ? ഈ മാർഗത്തിലേക്ക് വന്നത് മണ്ടത്തരമായി പോയി എന്നല്ലേ പറഞ്ഞത്? മണ്ടത്തരമായി പോയിന്ന്. അതിന്റെ കാരണം എന്താ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ഇത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള സീനിയർ പാസ്റ്റേഴ്സിൻ്റെ എല്ലാം തലയ്ക്കകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന്. ഇങ്ങനത്തെ ഈ ഒരു ശതാബ്ദി യോഗത്തിൽ 2 രാഷ്ട്രീയക്കാർ പറഞ്ഞു, അവർ മിണ്ടാതിരുന്ന് കേട്ടു. അത് മാത്രമാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതെന്നൊന്നും ആരും ധരിക്കണ്ട. ഈ സമൂഹത്തിലെ വലിയ പഠനമുള്ള ബൈബിൾ സ്കൂൾ അധ്യാപകരും ഒക്കെ ആയിട്ട് ഞാൻ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അവരിൽ പല ആൾക്കാരും വിശ്വസിക്കുന്ന കാര്യമാണ് ഈ പൊളിറ്റീഷ്യൻസ് പറയുന്നത്. അവരിൽ പല ആൾക്കാരും വല്ലവരും പറഞ്ഞു കേട്ട കേൾവിയല്ല ഞാൻ പറയുന്നത്, സ്വന്തം ചെവി കൊണ്ട് കേട്ട കാര്യങ്ങളായി പറയുന്നത്. അങ്ങനെ ഈ ഇൻസിഡൻസ് ഉണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ബോധ്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ മെസ്സേജുകളിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പല കാര്യങ്ങളും ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ പറയാറുണ്ട്. എന്താ അതിൻ്റെ കാരണം? ഈ സമൂഹത്തെ ഒരു പരുവത്തിലാക്കിയത് ഇതിലെ ശുശ്രൂഷകരാണ്. ചരിത്രത്തിൽ ഇസ്രായേൽ പ്രവാസത്തിൽ പോകാനുണ്ടായ കാരണം എന്താ? അതിലെ ശുശ്രൂഷകരാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അനേകം ഇടയന്മാർ, അനേകം പാസ്റ്റേഴ്സ് എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. ആരാ? പുറത്തുള്ള വല്ലവരും ആണോ? അകത്തുള്ളവർ തൻ്റെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇത് പറയുന്നത് ആരാ?
ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ പ്രവാചകനായ യിരെമ്യാവാണ് പറയുന്നത്. എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ വളരെ പ്രതീക്ഷയോടെ നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടം കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാന്ന് യെശയ്യാവ് പറഞ്ഞു. 100 കൊല്ലവും കൂടെ മുൻപോട്ട് പോയതിനു ശേഷം യിരെമ്യാവിലൂടെ പറയാണ്, ഞാൻ ആക്കി വെച്ച എൻ്റെ ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം ചവിട്ടിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, അതൊരു പരുവത്തിലാക്കി കളഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്. യേശു കർത്താവിന്റെ വിലപ്പെട്ട രക്തം കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടെടുപ്പിലേക്ക് വന്ന ജനം, ആ ജനം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ ഈ ദൈവദാസന്മാരെന്നുള്ള പേരിൽ അവിടെ ഇരിക്കുന്ന ഇടയന്മാർ കേൾപ്പിച്ചത്. അവിടെ ഇരുന്ന് ആർക്കും ഒന്നും തോന്നിക്കാണില്ലായിരിക്കും, നമുക്കറിയില്ല. ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോയതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ അത് ഈ സംവിധാനത്തിലൂടെ കേട്ട നമുക്ക് വളരെ വേദന ഉളവാക്കി. ഇത്രയും ദൈവജനത്തോട് ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിനെ കൂട്ടുകൂടുകയാണോ ആ ശുശ്രൂഷകർ ചെയ്യേണ്ടത്? അവരും അവരുടെ തലമുറകളൊക്കെ അനുഭവിക്കും സഹോദരങ്ങളെ, അവരും അവരുടെ തലമുറകളൊക്കെ അനുഭവിക്കും. നിങ്ങൾ കുറിച്ചു വെച്ചോ. കാരണം തൻ്റെ ജനത്തെ ഒറ്റുകൊടുക്കുകയാണ്, ചെന്നായിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ്. നിർമ്മലമായ വചനങ്ങൾ കേൾക്കേണ്ട കാതുകളാണ് ആ ജനത്തിന്റെ കാതുകൾ. ആ കാതുകളിലാണ് അസത്യങ്ങൾ, വ്യാജങ്ങൾ കേൾപ്പിക്കുന്നത്. അതാരാ കേൾപ്പിക്കുന്നത്? അതിന്റെ ഉത്തരവാദി ആരാ? ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? പൊളിറ്റീഷ്യൻസ് നമ്മെ നയിക്കുന്നവരാണ്. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. പക്ഷേ അവർക്ക് നമ്മുടെ അഭിഷിക്തന്മാർ ഇരിക്കുന്ന സ്റ്റേജുകളിൽ ഒന്നും സ്ഥാനമില്ല. നമ്മളുടെ ഏതെങ്കിലും ലോക്കലിലുള്ള 2 ദൈവദാസന്മാർ നിന്ന് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവിടെ കടന്നു വരികയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗം തീരുന്നത് വരെ ട്രംപ് ശാന്തമായി അവിടെ ഒരു ചെയറിൽ കാത്തിരിക്കണം. ട്രംപിനെ അടുത്ത നിമിഷം കുറച്ച് മുൻപോട്ട് വിളിച്ച് ആദരിക്കണം. അദ്ദേഹത്തിന് നല്ല കസേര കൊടുത്ത് അവിടെ ഇരുത്തണം, അത്രമാത്രം. ട്രംപിന് നമ്മുടെ പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഒന്നും പറയാൻ അനുവാദമില്ല. അയ്യോ! അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തെക്കാളും കുറച്ചും കൂടെ ലോകം അറിയപ്പെടുന്നൊരു കേമനാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ടാണ് പുള്ളിയുടെ കാര്യം പറഞ്ഞത്. അദ്ദേഹം വന്നാൽ പോലും നമ്മുടെ പുൾപിറ്റ് കൊടുക്കാൻ പറ്റില്ല. അതേസമയം നമ്മുടെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമല്ലോ, വേറെ പല പ്രോഗ്രാമുകളൊക്കെ ഇല്ലേ? രക്തദാനമോ, അല്ലെങ്കിൽ തയ്യൽ മിഷൻ വിതരണമോ, അല്ലെങ്കിൽ സ്കൂളിന്റെ ആനിവേഴ്സറിയോ, അങ്ങനെ പലതും ഉണ്ടല്ലോ, ഓർഫനേജിന്റെ ആനിവേഴ്സറിയോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരെയൊക്കെ വിളിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ സുവിശേഷ മഹായോഗത്തിൽ ഇവർക്ക് ആർക്കും പുൾപിറ്റില്ല. അത് ഈ സംഘടനകളിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. അത് കാഹളം ധ്വനിക്കുന്നവരെ അങ്ങനെ തന്നെയാ പോവുകയുള്ളൂ. പിന്നെ എന്തിനാ പാസ്റ്റർ ഇപ്പോൾ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങി വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തപ്പിത്തടഞ്ഞ് നമ്മുടെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത് കൊളത്തിപ്പിടിക്കണം. തൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും വചനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, പ്രമാണത്തെ എറിഞ്ഞുടച്ച് കളഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം പോകാൻ പാടില്ല. അപ്പൊ ഇവരെയൊന്നും പഠിപ്പിക്കാനും ഇവരെയൊന്നും നിയന്ത്രിക്കാനും നമ്മളാരാ സഹോദരങ്ങളെ? നമ്മുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നമ്മളൊന്നും പറഞ്ഞ അവരാരും കേൾക്കില്ല. അവരും ഇവരെല്ലാം ചങ്ങാതികളാണ്. അവരും ഇവരും ഒക്കെ ഒരു ചങ്ങാത്തമുണ്ട്. ആ ചങ്ങാത്തത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊന്നും തിരുത്താൻ നമുക്കാർക്കും കഴിയില്ല. ജനം വേണമെങ്കിൽ സ്വയം തിരുത്തിക്കൊള്ളുക. അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ ശുശ്രൂഷകന്മാർ 42 വർഷക്കാരും 52 വർഷക്കാരാണെങ്കിലും അവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ ക്രൂശ് പ്രസംഗിക്കുന്നവരാണോ? രക്ഷയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഗ്രാഹ്യമുള്ളവരാണോ? അവർ ശരിക്കും രക്ഷിക്കപ്പെട്ടവരാണോ? ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. അല്ലെങ്കിൽ അവരും നിങ്ങളും ഒരുമിച്ച് കയത്തിൽ മുങ്ങിപ്പോകും. ആ കയത്തിന്റെ പേരാണ് തീപ്പൊയ്ക എന്ന് പറയുന്നത്. ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ, കുറിച്ചു വെച്ചോ. അവരും നിങ്ങളും ഒരുമിച്ച് ആ കയത്തിൽ മുങ്ങിപ്പോകും. നീരാളി പിടിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലൊരു നീരാളിപ്പിടുത്തമായിരിക്കും. വലിച്ചുകൊണ്ട് പോകും. ജഡത്തിന്റെ ചിന്തകളിൽ നടക്കുന്ന ശുശ്രൂഷകരും ജഡത്തെ താലോലിക്കുന്ന വിശ്വാസികളും നിങ്ങൾ മരിക്കും നിശ്ചയം. കുറിച്ചു വെച്ചോ. ലോകം പ്രസംഗിക്കുന്നവർ, ലോകത്തിന്റെ ചങ്ങാതികൾ, ലോകത്തിന്റെ സ്നേഹിതന്മാർ, അങ്ങനെയുള്ളവരാണോ നിങ്ങളുടെ പാസ്റ്റേഴ്സ്? ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അപ്പൊ ഈ രാഷ്ട്രീയക്കാരോടുള്ള ബന്ധത്തിലെ ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ്. ഇവരെല്ലാം നമ്മളെ ചതിക്കുകയാണ്. ഇവരെല്ലാം തെറ്റായ കൂട്ടുകെട്ടുകളിലാണ്. എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം വില്ലാളി വീരനാണ്.
പക്ഷേ എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രൈമിനെ കുറിച്ച് ഒരു വാക്യം വായിക്കാം, വേഗം നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 78-ന്റെ 9-ഉം 10-ഉം. അവിടെ വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 78-ന്റെ 9-ഉം 10-ഉം. അവിടെ വായിക്കുന്നത്, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. പിന്നെ അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. എന്നിട്ട് ഹോശയിലേക്ക് വരുമ്പോൾ ഹോശയ പ്രവാചകൻ പറയുന്നത്, അവർ ജാതികളോടുകൂടെ ഇടകലർന്നിരിക്കുന്നു, അവന്റെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു. എന്തായിരുന്നു പെന്തിക്കോസ്തുകാർ ഒരു കാലത്ത് ഘോഷിച്ചിരുന്നത്? അവരുടെ ശുശ്രൂഷകന്മാരുടെയൊക്കെ ശബ്ദം സിംഹഗർജനം പോലെയല്ലായിരുന്നു, ഗർജനം പോലെയായിരുന്നു. ഇന്ന് അവർ പറയാ എല്ലായിടത്തും ദൈവമുണ്ട്, എല്ലാ മതങ്ങളും ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതെന്ന് അവർ തലയാട്ടി സമ്മതിക്കുക. പിന്നെ എങ്ങനെയാ ഗർജനം ഉണ്ടാകുന്നത്? നോക്കുക, എഫ്രൈമിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എഫ്രൈം ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ നയിച്ച ഇസ്രായേലിന്റെ മുൻനിരക്കാരായിരുന്നു. ആ ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു ഉല്ലാളി വീരനായ യോശുവ. ആ സമൂഹം ഇപ്പൊ എങ്ങനെയായി? തലകുരിച്ചു നിൽക്കുക എഫ്രൈം തലകുരിച്ചു നിൽക്കുക. അപ്പോൾ രാഷ്ട്രീയക്കാരോടുള്ള ചങ്ങാത്തം അത് ഇരുളിനോടുള്ള ചങ്ങാത്തമാണ്. വെളിച്ചത്തിൽ വന്നവൻ ഇരുളുമായിട്ടൊരു സമ്പർക്കം പാടില്ല. ഇരുളിൽ കിടക്കുന്നവരെ വെളിച്ചത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അവരോടൊക്കെ നിരന്നുകൊള്ളുവാൻ നിരപ്പിന്റെ സന്ദേശം പറയേണ്ടവരാണ് നാം. പക്ഷെ നാമും നമ്മുടെ ദൈവദാസന്മാരും ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ദൈവസഭയിൽ ആത്മശക്തി ഇല്ലാത്തതും വചനം വെളിപ്പെടാത്തതും വെളിപ്പാടുകളില്ലാത്തതും കൃപാവരങ്ങൾ ജ്വലിക്കാത്തതും ഇപ്പോൾ ഈ സീനിയർ ശുശ്രൂഷകർ എന്ന് പറയുന്നവർ മണ്ടത്തരം വിളിച്ചു പറയുന്നത്. 42 വർഷം ശുശ്രൂഷിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? വന്നത് മണ്ടത്തരമായി പോയി. അതേസമയം അപ്പോസ്തലനായ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ പറയുന്നത് എങ്ങനെയാ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്ന ആരെന്നല്ലേ ചോദിക്കുന്നത്. ഞാൻ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ കൂടിയത് ശരിയായില്ലെന്നോ അവരുടെ ആ സംഘടന IPC കൂടിയത് ശരിയായില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ടാ രസമുണ്ട്. താൻ ആ നിന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്, അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. താൻ എന്നേ മടങ്ങിപ്പോയി, ശരീരം കൊണ്ട് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. താൻ ആത്മാവിൽ മടങ്ങിപ്പോയ മനുഷ്യനാണ്. താനും ഇസ്രായേലിലെ നന്മകൾ ആഗ്രഹിക്കുന്നവനാണ്. ക്രൂശിനെ കുറിച്ചോ രക്ഷയെക്കുറിച്ചോ തനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. വിശ്വാസത്താലുള്ള നീതീകരണം മനസ്സിലായ ഒരു വ്യക്തിയാണെങ്കിൽ വിശ്വാസ സ്നാനവും വിശുദ്ധ ജീവിതവും ജയജീവിതവും കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടിയുള്ള ആവലോടെയുള്ള കാത്തിരിപ്പ് ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹം പറയോ, ഞാൻ മണ്ടത്തരത്തിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. എന്താ മണ്ടത്തരം? ജനിച്ചു വീഴുന്ന കൊച്ചിന്റെ മേൽ 56-ാം ദിവസം വെള്ളം തെളിച്ചുകൊണ്ട് എന്തൊക്കെയോ ലേപനങ്ങൾ പുരട്ടിക്കൊണ്ട് ആ കൊച്ചിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു, ആ കൊച്ചിന് നിത്യജീവനെ കൊടുക്കുന്നു. കൊച്ചിന് നിത്യജീവൻ ലഭിക്കുന്നുണ്ടോ? കൊച്ചിന് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുണ്ടോ? അവരുണ്ടാക്കുന്ന മൂറോനിലാണോ നിത്യജീവൻ ഇരിക്കുന്നത്? അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന മൂറോനിലാണോ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്? അതിലാണോ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്? ഞാൻ അതിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സഹോദരങ്ങളെ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ചുരുളഴിച്ച മനുഷ്യരാ നമ്മൾ. നമ്മുടെ സൺഡേ മീറ്റിംഗിൽ എത്ര ആധികാരികമായിട്ടാണ് ഓർത്തഡോക്സിലെ സീനിയർ പുരോഹിതന്മാർക്ക് നമ്മൾ മറുപടി കൊടുത്തത്. ഇദ്ദേഹം നിന്നത് യാക്കോബായ സമൂഹത്തിലാന്ന് പറഞ്ഞു. ആ സമൂഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ, വചനത്തിന്റെ മർമ്മങ്ങൾ നമ്മൾ അവരുടെ സീനിയർ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാധാരണ മനുഷ്യരായി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടി ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഓർത്തഡോക്സ് പുരോഹിതനുള്ള മറുപടി എന്നുള്ള പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25-30 പ്രസംഗങ്ങൾ കിട്ടും. പ്രസംഗങ്ങൾ മീൻസ് പഠനങ്ങളാണ്, മറുപടികളില്ലാത്ത പഠനങ്ങളാണ്. അതിനൊന്നും ഒരു മറുപടി ആരും പറഞ്ഞിട്ടില്ല. അതുപോലെയുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഓർത്തഡോക്സിലെ അച്ഛൻ നമ്മോട് എന്നാ ചോദിച്ചത്? മിസ്റ്റർ സജി വർഗീസ്, താങ്കളുടെ ദൈവം ആരാണ്? നമ്മെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞില്ല. അച്ഛൻ്റെ സമുദായാംഗമായ പുതുപ്പള്ളി പള്ളിക്കാരൻ ഒരു മലയുടെ മുകളിലേക്ക് ഇരുമുടി കെട്ടുമായിട്ട് പോയി. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ദൈവത്തെ കണ്ടെത്തിയെന്ന്. 56-ാം ദിവസം വെള്ളം തെളിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്ന് മൂറോൻ പൂശി പരിശുദ്ധാത്മാവിനെയും കൊടുത്ത കൊച്ചൻ മല കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ്, യെസ്, ഞാൻ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. അതിനു മുമ്പ് അച്ഛൻ എന്നോട് എന്നാ ചോദിച്ചത്? താങ്കളുടെ ദൈവം ആരെന്ന് കളിയാക്കി ചോദിച്ചതല്ലേ.
കളിയാക്കി ചോദിച്ചതല്ലേ. പിന്നെ എന്താ ചോദിച്ചത്? താങ്കൾ എന്താ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്? താങ്കൾ പാടുന്ന പാട്ടുകളിലല്ലേ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഉള്ളൂ എന്ന്. കൃത്യമായ മറുപടിയല്ലേ അച്ഛന് കൊടുത്തത്? കൃത്യമായ മറുപടികളാണ് കൊടുത്തത്. ഇദ്ദേഹം മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആ സുറിയാനി സമൂഹത്തിലെ ഒരു സീനിയർ മേൽപ്പട്ടക്കാരൻ, ഞാനിപ്പോ ഇരിക്കുന്ന ഏറ്റുമാനൂര്, ഈ ഏറ്റുമാനൂരിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദൈവത്തെ കണ്ട് കുമ്പിട്ടിട്ടാ പോവാറ്. നിങ്ങളത് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഏറ്റുമാനൂരിലൂടെ ദേവലോകത്തേക്ക് പോകുമ്പോൾ അപ്പൊ അത് ഞങ്ങളുടെ യാക്കോബയല്ല മറ്റതാന്ന് പറഞ്ഞാൽ മറ്റതായാലും ഏതായാലും കൊള്ളാം, എല്ലാം രണ്ടു കൂട്ടരും മലയാളമൊന്നും അല്ലല്ലോ പറയുന്നത്, സുറിയാനി അല്ലേ പറയുന്നത്. രണ്ടും പറഞ്ഞു വന്ന ഒരു അപ്പന്റെ മക്കളല്ലേ. നിങ്ങളെ അടിച്ച് പിരിഞ്ഞെന്നുള്ളൂ, നിങ്ങളൊരു അപ്പന്റെ മക്കളാണ്. ഞങ്ങൾ അങ്ങനെയാ നിങ്ങളെ കൂട്ടുകൊള്ളൂ. നിങ്ങളും അവരും ഇവരും ഒക്കെ ഈ അപ്പന്മാരും ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പനുണ്ടല്ലോ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുള്ള അപ്പൻ, ആ അപ്പനും നിങ്ങളുടെ അപ്പനും എല്ലാം ഒരപ്പൻ തന്നെയാ. മെത്രാച്ചൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഏറ്റുമാനൂർ അമ്പലം, ഞാൻ എപ്പോഴും ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ വണങ്ങുന്ന ആളാണ്. എനിക്ക് തുറന്നു പറയുന്നതിന് മടിയില്ല. എൻ്റെ അരമനയിൽ എരുമേൻ്റെ കുക്ക് നല്ലൊരു സ്വാമി ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹം എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോകും. ശബരിമലയ്ക്ക് പോകുമ്പം ഞാൻ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നേർച്ച കൊടുക്കും, സ്വാമിയോട് നമ്മുടെ കാര്യം കൂടെ പറയണേ. ക്ഷേത്ര പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, രാജീവ് തറയിൽ, മണികണ്ഠൻ KM എന്നിവർ ചേർന്ന് യൂലിയോസ് തിരുമേനിയെ സ്വീകരിച്ചു. ഗണപതി ഭഗവാനെ തൊഴുതു വണങ്ങി ഗണപതി ഭഗവാന്റെ ഇഷ്ടപ്രസാദമായ ഉണ്ണിയപ്പവും കഴിച്ച് ക്ഷേത്ര ഭാരവാഹികളുമായും കഥകളി കലാകാരന്മാരുമായും അദ്ദേഹം സൗഹൃദ സംഭാഷണവും നടത്തി. ആ മെത്രാച്ചന്റെ കീഴിലുള്ള അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, ഒരു പെന്തിക്കോസുകാരനോട് ചോദിക്കുകയാണ്, താങ്കളുടെ ദൈവം ആരെന്ന്. അച്ഛനോട് നമ്മൾ എന്താ പറഞ്ഞത്? താങ്കളോട് ഞങ്ങൾക്ക് സഹതാപം ഉണ്ടെന്ന്. ഇവിടെ എത്ര പെന്തിക്കോസുകാരാ മല കയറുന്നത്? ഇവിടെ എത്ര പെന്തിക്കോസുകാരാ എവിടെയെങ്കിലുമൊക്കെ പോയി കുമ്പിടുന്നത്? പെന്തിക്കോസുകാരൊക്കെ ജഡത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ക്ഷയിക്കാറ്റ് തന്നേനെ, അത് അംഗീകരിക്കാം. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 42 വർഷക്കാരൻ ഇങ്ങനെ പോയപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വ്യഥ പങ്കുവെച്ചു. വളരെ ക്രൂരമായി പോയി ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. പബ്ലിക്കിൽ വന്നിരുന്ന് ഈ സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് ആ ഇന്റർവ്യൂ നടത്തിയ ചാനലുകാരൻ ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഞാൻ ആ 2 ചോദ്യങ്ങളെ കേട്ടിട്ടുള്ളൂ. താങ്കൾ എങ്ങനെയാണ് ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്നതെന്നും താങ്കൾക്ക് ഇതിനകത്ത് വന്നതിൽ മനസ്താപമുണ്ടോ, പഴയതിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ചോദ്യം, അത് 2 മാത്രമേ കേട്ടിട്ടുള്ളൂ. പിന്നീട് പലരും പറഞ്ഞു 4 വീഡിയോസ് അതിന് ശേഷം ഇറങ്ങിയെന്ന്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അന്യഭാഷയ്ക്കെതിരെ പറഞ്ഞെന്നും ഇന്നിന്ന രീതിയിലാണ് പറഞ്ഞതെന്നൊക്കെ അതൊന്നും ഞാൻ കേൾക്കാൻ പോയിട്ടില്ല, കേൾക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് രക്ഷ എന്തെന്ന് മനസ്സിലായിട്ടില്ല. ആ ആളിനി എന്തെല്ലാം പറഞ്ഞാലും അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അദ്ദേഹം പിന്നീട് പറഞ്ഞ പെന്തക്കോസ് സമൂഹത്തിലെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അപജയങ്ങൾ, കുറവുകളൊക്കെ പറഞ്ഞല്ലോ. അതിൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, മറ്റ് ചില നടത്തിപ്പുകളെ കുറിച്ച് പറഞ്ഞു. അതിനൊന്നും ഞാനൊരു വാല്യൂവും കൊടുക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അടിസ്ഥാനം മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തിനൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ് സമൂഹവും അതിലെ ലീഡർഷിപ്പും എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു തന്നിട്ട് വേണോ? അത് അറിയാവുന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഇരിമ്യാവിന്റെ പുസ്തകം 12:10 വായിച്ചത്. അനേകം ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം ചവിട്ടി മെതിക്കുന്നു എന്ന് നമ്മളല്ലേ വായിച്ചത്? അത് വല്ലവരും പറഞ്ഞു തന്നിട്ടാണോ? നമുക്കറിയാം ഈ സമൂഹം എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന്റെ നടുവിൽ 10-12 വർഷം മുൻപ് നടന്നൊരു കാര്യത്തിന്റെ വീഡിയോ അല്ലേ ഇപ്പൊ നമ്മൾ കാണിച്ചത്. ഈ 42 വർഷക്കാരൻ പറഞ്ഞതുകൊണ്ടാണോ നമ്മളിപ്പോ പെന്തക്കോസിൽ കുറവുണ്ടെന്ന് മനസ്സിലായത്? നമ്മളെന്താ അതൊന്നും നിരന്തരം പറയാത്തത്? ഈ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകളെല്ലാം കാഹളം ധ്വനിക്കുന്നവരെ അങ്ങനെ പോകൂ. ഇവിടെ പാനലുകൾ ഉണ്ടാകും, ദൈവം അനുവദിച്ചിരിക്കുന്നു. ചർച്ച് പൊളിറ്റിക്സ് ഉണ്ടാകും, അതൊന്നും മാറില്ല. അതൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അവരെയൊക്കെ അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നതാണ്. ഭോഷ്കിന്റെ ആത്മാവിനെ അനുവദിച്ചിരിക്കുന്നു. പിന്നെ എന്നതാ? ഇതിലുള്ള ജനത്തോട് നമ്മൾ ബുദ്ധി ഉപദേശിക്കുകയാണ്, ഇവരിൽ നിന്നൊക്കെ അകന്നു മാറിക്കൊള്ളുക, ആത്മീയരായ ദൈവദാസന്മാരോട് ചേർന്ന് നടക്കുക, സത്യവചനത്തിൽ ഉറച്ചു നിൽക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. അല്ലാത്തവര് പൊളിറ്റിക്സ് കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും പോകേണ്ട ആവശ്യമില്ല.
ഇനി ഞാൻ ഒരു കാര്യം കൂടെ കടത്തി പറയാം കേട്ടോ, കഴിഞ്ഞ ആഴ്ച പറയാത്തത്. ഈ മനുഷ്യനിങ്ങനെ പറഞ്ഞത് ഒരു സങ്കടമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിന്റെ മറ്റൊരു ആംഗിളിൽ നിന്ന് പറയുക. ഇദ്ദേഹം നോർത്ത് പറവൂർ IPC സഭയിലെ ഒരു ശുശ്രൂഷകൻ മാത്രമാണ്, ഒരു ലോക്കൽ ചർച്ചിന്റെ ശുശ്രൂഷകൻ. അവരുടെ നടുവിൽ വളരെ സീനിയറായ പാസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ ജനറൽ പ്രസിഡന്റ് ഉണ്ട്, അവരുടെ അന്താരാഷ്ട്ര പ്രസിഡന്റ്. അദ്ദേഹം ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പോലും പോയോ എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി പോയി എന്ന് കേട്ടാൽ ഒരു ചെറിയ ദുഃഖം ഉണ്ടാവും, അതിലപ്പുറം ഒന്നും നമ്മെ ബാധിക്കുന്നില്ലെന്നേ. കാരണം നമുക്ക് ക്രൂശ് വെളിപ്പെട്ട് കിട്ടിയതാണ്. ഒഴുകിയ തിരുരക്തം നമ്മെ ശുദ്ധീകരിച്ചെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു 42 വർഷക്കാരനോ 52 വർഷക്കാരനോ പറയുന്നത് കേട്ട് ഇളകുന്ന ഒരു വിശ്വാസമല്ല നമ്മൾ വന്നിരിക്കുന്ന ക്രിസ്തീയ മാർഗം. നമ്മുടെ ഉള്ളിൽ എന്താ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്? കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. എന്താ വചനം നമ്മുടെ ഉള്ളിൽ കിടന്ന് മുഴങ്ങുകയല്ലേ? നാം ദൈവത്തിന്റെ മക്കളെന്ന നിലയിലേക്ക് വന്നിരിക്കുകയല്ലേ? അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം ലഭിച്ചു. നമ്മളിന്ന് ആ അധികാരത്തിൽ നിൽക്കുകയാണ്. നമ്മൾ അധികാരികളാണ്. ഈ പറയപ്പെട്ട സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റോ സൂപ്രണ്ടന്റോ ഓവർസീറോ അവരൊക്കെ പോവാണെ പോട്ടെ. അവരെ ഒന്നും കണ്ടിട്ടല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ക്രൂശിന്റെ ദർശനം പ്രാപിച്ച് ഇറങ്ങിയവരാണ്. പെന്തക്കോസ്തിലെ മുഴുവൻ പാസ്റ്റർമാർ പോവുകയാണെന്ന് പറഞ്ഞാലും ഗുഡ് ബൈ അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പാസ്റ്ററേയും കണ്ട് ഇറങ്ങി വന്നവരല്ല. ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത എന്താ? തന്റെ അപ്പോസ്തലന്മാരാൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധ പ്രമാണങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ വചനത്തിലാണ് നിൽക്കുന്നത്. ആ വചനം വെളിപ്പെട്ട് കിട്ടാത്തവൻ പാതയിൽ ഇടറിപ്പോകും. വചനം വെളിപ്പെട്ട് കിട്ടാത്തവൻ പാതയിൽ ഇടറിപ്പോകും. എന്തുകൊണ്ടാണ് കൃപയാൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്? കഴിഞ്ഞ ദീർഘകാലം നമ്മൾ പ്രസംഗിച്ചു അനുദിനം ക്രൂശെടുക്കണമെന്ന്, നുകത്തിൻ കീഴിലായിരിക്കണമെന്ന്, പാളയത്തിന് പുറത്ത് ക്രിസ്തുവിന്റെ നിന്ന വഹിക്കണമെന്ന്. പാളയത്തിന് പുറത്ത് ക്രിസ്തുവിന്റെ നിന്ന വഹിക്കണം. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. അങ്ങനെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മനുഷ്യരാ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉപദേശി പറയുന്ന കേട്ടിട്ട് ചഞ്ചലപ്പെടുവോ? ഇതെല്ലാം ഇതിനിടയിൽ നടക്കും സഹോദരങ്ങളെ. നിങ്ങൾ ഈ മഞ്ഞുവീഴ്ചയുടെ കാലത്ത് അമേരിക്കയിലും കാനഡയിലും ഉള്ള ഹൈവേയിലൂടെ സഞ്ചരിക്കണം. ഞാനതിലൊന്നും പോയിട്ടില്ല കേട്ടോ, പക്ഷെ അതിന് വീഡിയോ കണ്ടിട്ടുണ്ട്. 100 കണക്കിന് ട്രക്കുകളാണ്, കാറുകളാണ് ഇടിച്ചു മറിഞ്ഞ് കിടക്കുന്നത്, കണ്ണ് കാണാൻ മേലാതെ. കാരണം അതുപോലത്തെ മഞ്ഞാണ്. തൊട്ട് മുമ്പിൽ എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെയൊക്കെ ഇടിച്ചു മറിഞ്ഞ് കിടക്കുകയാണ് അവിടെ. അതുകൊണ്ട് പിന്നെയുള്ള ആരും വണ്ടി ഓടിക്കാറില്ലേ? പിന്നീട് വരുന്നവൻ പാത റെഡിയായി കഴിയുമ്പോൾ അവൻ മുൻപോട്ട് പോകും. ഇടിച്ചാൽ ഇടിച്ചവന് നഷ്ടം, അത്ര തന്നെ. ഇടിച്ചാൽ ഇടിച്ചവന് നഷ്ടം. അതുകൊണ്ട് എനിക്ക് വാത്സല്യ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇനിയും ഇതുപോലെയുള്ള ധാരാളം പാസ്റ്റേഴ്സ് പെന്തിക്കോസിലുണ്ട്. ദൈവവചനത്തിന്റെ ABCD പിടികിട്ടാത്ത പാസ്റ്റർമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ പലരും ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തലയെ കൈവച്ചു പോകും. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ അതൊന്നും നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. നിരാശപ്പെട്ടു പോകും കേട്ട് കഴിയുമ്പോൾ. ദൈവമേ, ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകളാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവില്ലേ? പലരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ എന്നൊക്കെ വായിക്കുന്നില്ലേ? അതായത് ശരിയായ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചവർ പരിശുദ്ധാത്മാവിലായിരിക്കണം ശുശ്രൂഷിക്കേണ്ടത്. അതല്ലാത്ത പലതരം ആത്മാക്കളുടെ വ്യാപാരം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ ഈ സഹോദര വർഗം എന്ന് പറയുന്നൊരു വർഗം ഉണ്ടല്ലോ, അതിൽപ്പെട്ട ചിലർ കമന്റ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നതെന്ന്. ആ പരിശുദ്ധാത്മാവാണ് അവനെ സ്നാനത്തിലേക്ക് നയിക്കുന്നതെന്ന്. പിന്നീട് അവൻ ആത്മാവിൽ നിറയപ്പെടുന്നു എന്നും പറഞ്ഞു. അതിനാണ് ഈ സഹോദര വർഗം എന്ന് പറയുന്ന അവര് മറുപടി എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു മറുപടി നിങ്ങൾക്ക് തരാനില്ല. പെന്തക്കോസ്ത് മൂവ്മെന്റ് ആരംഭിച്ച കാലം മുതൽ ഈ പറയപ്പെട്ട കൂട്ടർക്ക് പൂർവന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് മറുപടി പറയണോ? എനിക്ക് വേറെ പണിയുണ്ട്. നശിച്ചു പോകുന്ന ആത്മാക്കളോട് സുവിശേഷം പറയാനുണ്ട്. ഈ മാർഗത്തിൽ വന്ന ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം, ഉപദേശത്തിൽ അവരെ ദൃഢതയുള്ളവരാക്കണം. അതാണ് എൻ്റെ പണി. അല്ലാതെ ഈ പറയപ്പെടുന്ന ആ കൂട്ടരുണ്ടല്ലോ, അവരോട് തർക്കിക്കാനും വാദിക്കാനൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് അങ്ങനെ കമന്റുമായിട്ടൊന്നും വരണ്ട. പെന്തക്കോസ്തിൽ ഒത്തിരി പണ്ഡിതന്മാരായ ആളുകളുണ്ട്, നിങ്ങൾ അവരോട് ചോദിക്ക്.
നിങ്ങൾ പറയുന്ന അന്യഭാഷ എന്താണ്, നിങ്ങൾ പറയുന്ന അതെന്താണ്, ഇതെന്താണെന്നൊക്കെ ചോദിക്കുക. അവിടെ ഡിബേറ്റുകൾ നടത്ത്. സമയമുള്ള ആളുകൾ നിങ്ങളോട് ഡിബേറ്റിന് വരും. ഈ സഹോദര വർഗം എന്ന് പറയുന്ന അതിലൊക്കെ എനിക്ക് നല്ല സ്നേഹിതന്മാരുണ്ട്. അവരെയൊക്കെ ഓർത്തിട്ട് നമ്മളൊരു അക്ഷരവും പറയാത്തത്. വെറുതെ വന്ന് പ്രകോപിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കൂ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു കത്തലുണ്ട്, സുവിശേഷം സകലരും അറിയണം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വന്ന ആളുകൾ വചനത്തിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കണം. ഞങ്ങൾ അതിനുവേണ്ടി ഉത്സാഹിക്കുന്ന മനുഷ്യരാണ്. ക്രിസ്തുവിന്റെ മഹിമ വെളിപ്പെടണം. സഭയിൽ തന്നെ മണവാട്ടി ഒരുങ്ങണം. അതിനുവേണ്ടി അത്യുധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ബ്രദറുകാരോട് ഇടികൂടാനൊന്നും നമുക്ക് സമയമില്ല. നോക്കണം, ഞങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷകൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്രയും വർഷം ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് ഈ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയില്ല. എപ്പിസ്കോപ്പൽ സമൂഹവും അവരുടെ പഠനങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ വ്യക്തമായി പഠിച്ച എത്രയോ ദൈവദാസന്മാരാണ് ഇതിനകത്തുള്ളത്. കഴിഞ്ഞ നാളുകളിൽ ആവക വിഷയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി നമ്മൾ സന്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. വിശ്വാസ സ്നാനത്തെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളതിനെക്കുറിച്ചും കുടുക്കു ചോദ്യങ്ങൾക്കുള്ള മറുപടി വരെ പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ദൈവദാസന്മാരെല്ലാം മണ്ടന്മാരൊന്നുമല്ല. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അറിയാവുന്ന ധാരാളം ദൈവദാസന്മാരുണ്ട്. ഏതോ ഒരാള് മണ്ടത്തരം പറഞ്ഞപ്പോഴത്തേക്കും ചിലരെല്ലാം പറയുകയാണ് പെന്തക്കോസ്തുകാരുടെ ഏതാണ്ട് ഇളകിപ്പോയിന്ന്. അങ്ങനെയൊന്നും ഇളകുന്നൊരു മാർഗമല്ലെന്ന്. ഇത് തൻ്റെ അടുത്തോടെയല്ലേ പറഞ്ഞത്. ഈ പറയപ്പെട്ടതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന എല്ലാവരും, എല്ലാ കമ്മിറ്റിക്കാരും പ്രസിഡന്റും ഈ മാർഗം വിട്ടു പോവുകയാണെങ്കിലും ഇങ്ങനെ അവരൊക്കെ പോയി എന്ന് കരുതി ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കില്ല. കാരണം അത് ദൃഢതയുള്ള വിശ്വാസമാണ്. പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കപ്പെട്ട ബോധ്യങ്ങളാണ്. വാസ്തവമായി രക്ഷയിലേക്ക് വന്ന ദൈവജനത്തിന് അവരുടെ രക്ഷയുടെ ആ നിമിഷങ്ങൾ ഓർമ്മ വരില്ലേ? ക്രൂശിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയ ഓർമ്മകളില്ലേ? പാപത്താൽ വീർപ്പുമുട്ടിയ നിമിഷങ്ങൾ, രക്ഷകൻ കോരിയെടുത്ത നിമിഷങ്ങൾ, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ഉറപ്പുള്ള പാറമേൽ നിർത്തിയ ആ നിമിഷങ്ങൾ, വായിൽ പുതിയ പാട്ട് തന്നില്ലേ? അങ്ങനെ ഈ സത്യമാർഗത്തിലൂടെ കൈപിടിച്ച് നടത്തുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും ആ പണ്ടത്തെ ഉണക്കപ്പൊട്ട് തിന്നാൻ, വാളവര തിന്നാൻ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നെന്ന്? വാളവര തിന്നാൻ പോകാൻ ആഗ്രഹിക്കുകയെന്ന്. നമുക്ക് ലഭിക്കപ്പെട്ടത് സ്വർഗീയ മർമ്മങ്ങളാണ്, വിലപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ആ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകേണ്ടവരല്ലേ? സൗരങ്ങളെ, സമയം വളരെ പോയി, ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ യാത്രയിൽ നമ്മുടെ ഇടവും വലവും പലരും ഇടറി വീഴാൻ സാധ്യതയുണ്ട്. നിൽക്കുന്നു എന്ന് തോന്നുന്ന പ്രസിദ്ധരായവർ അല്ലെങ്കിൽ ശുശ്രൂഷാമുഖത്തുള്ളവർ അവരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ നാം വചനത്തിൽ വസിക്കുകയാണെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ, കർത്താവിന്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പാഠങ്ങൾ അതുപോലെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു നാളും നാം ഇടറിപ്പോകില്ല. എത്ര വലിയ പ്രസിഡന്റ് വീണെന്ന് പറഞ്ഞാൽ ഒരു നാളും നാം ഇടറിപ്പോകില്ല. നാം ഈ ലോകത്തിന്റെ സ്നേഹിതരാകാൻ ഒരിക്കലും പോകരുത്. ഈ ലോകത്തിന്റെ സ്നേഹിതന്മാരാകാൻ പോയി വചനത്തെ വളച്ചൊടിച്ച് ഈ ഭൂമിയിലെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കുന്ന സാത്താന്യ പഠിപ്പിക്കലുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നാമും ഇടറിപ്പോകും. അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നാം തെറ്റിയൊഴിഞ്ഞ് വിശുദ്ധന്മാരുടെ സംഘത്തോടുകൂടെ സഞ്ചരിക്കുക. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നില്ല ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ലെന്ന്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. അങ്ങനെ ജാതികളോടുകൂടെ എണ്ണപ്പെടാതെ, നാടോടുമ്പേ നടുവേ ഓടാതെ, ലോകത്തിന്റെ രീതികൾക്ക് അനുസരിച്ച് സഞ്ചരിക്കാതെ മുൻപോട്ട് പോകേണ്ട ഒരു സമൂഹമാണ് നാം. അങ്ങനെ മുൻപോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.